അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും വളരെ വ്യത്യസ്തവുമായ ഒരുപാട് നല്ല അനുഭവങ്ങളുടെ ഓർമ്മകളാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ക്ഷണിക്കപ്പെട്ടതായ വ്യക്തിയിലൂടെ നാം കേൾക്കാൻ പോകുന്നത്. കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷൈമോൾ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷൈമോൾ റോഷനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. അരോമ ടിവിക്ക് എൻ്റെ വ്യക്തിപരമായ പേരിൽ എന്നെ ഈ സാക്ഷ്യം പറയാനായിട്ട് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. അരോമ ടിവിയിലെ ഫാമിലിക്ക് ദൈവനാമത്തിലുള്ള വന്ദനം. എൻ്റെ പേര് ഷൈമോൾ റോഷൻ. ഞാൻ ഹരിയാനയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികളാണ്. ഞങ്ങളിവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 പൈതങ്ങളുണ്ട്. മൂത്ത ആള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ്, ഹെബിന എന്നാണ് പേര്. രണ്ടാമത്തെ ആള് ഹെബ്രോൻ എന്നാണ് പേര്. മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നീലംപേരൂർ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ നീലംപേരൂർ സ്വദേശിയാണ്. അവിടെ എനിക്ക് മാതാവും പിതൃങ്ങളുമാണ് ഉള്ളത്. മൂത്ത ആള് വിവാഹം കഴിച്ച് സംക്രാന്തി എന്ന സ്ഥലത്ത് സെറ്റിലായിട്ടുണ്ട്. അവര് ഫാമിലി ആയിട്ട് അവിടെയാണ്. ഇളയാള് കുടുംബത്തുണ്ട്. വിവാഹിതനാണ്. ഒരു കുട്ടിയുണ്ട്. മാതാവും പിതാവും വീട്ടിലുണ്ട്. അതാണ് എൻ്റെ ഫാമിലി. ഞങ്ങൾ കുട്ടനാട്ടിലാണ് ജനിച്ചു വളർന്ന. വിശ്വാസത്തിൽ ഞാൻ ചെറിയ കാലത്തിലെ ദൈവസന്നിധിയിൽ വന്നതാണ്. ഞാൻ മുഖാന്തരമാണ് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ ഫാമിലി ഫുള്ള് ദൈവസന്നിധിയിൽ വരാൻ കാരണം ഞാൻ മുഖാന്തരമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ എൻ്റെ പിതാവ് ഒരു മാനസിക രോഗിയാണ്. ചെറിയതിലെ മാനസിക രോഗിയാ. ഞാൻ ജനിച്ച നാൾ മുതലേ എൻ്റെ പിതാവിനെ ഒരു മാനസിക രോഗിയായിട്ടാണ് കണ്ടത്. എൻ്റെ പിതാവ് മാതാവിനെ ഉപദ്രവിക്കുന്നതും എല്ലാം കണ്ട് ആണ് ഞാൻ എൻ്റെ ബാല്യകാലം എന്ന് പറയാനായിട്ട്. അപ്പോൾ അതില് ഏറ്റവും കൂടുതൽ ഞാൻ ഈ സ്റ്റാർട്ടിങ് തൊട്ടേ നിലവിളിയും വളരെ എന്താ പറയുന്ന, പിതാവ് വളരെ മാനസിക രോഗി, വളരെ ഒരു ഏറ്റവും വയലന്റായി മാതാവിനെയും പിതാവിന്റെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ആളാണ്. അങ്ങനെയാണ് ഞങ്ങള് വളരെ വളരെ എന്താ പറയുന്നത്, ടെൻഷൻ പിടിച്ച ജീവിതത്തില് ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാനൊരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കിനും ഒരു ഉപദേശി ട്രാക്റ്റ് കൊടുക്കാൻ, തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ട്രാക്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ വീട് പാലത്തിന്റെ അക്കരക്കരയിൽ കൂടെ ഉപദേശി പോകുന്നത് കണ്ട്. അപ്പോൾ എനിക്ക് ആ ഉപദേശി ഇങ്ങനെ ഒരു സഞ്ചിയൊക്കെ തൂക്കി പോകുന്നതിന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തീരെ കുഞ്ഞാ. അപ്പോഴത്തേക്കിനും ഞാൻ ആ അപ്പച്ചൻ എന്നാ വിളിച്ചത്. അപ്പച്ചനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാല് അതിന് വിടുതൽ കിട്ടും, അച്ചാച്ചനൊരു സൗഖ്യം കിട്ടും എന്തോ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയാം. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത് കൊണ്ട് ഞാൻ
ആ അപ്പച്ചൻ, ഉപദേശി അപ്പച്ചൻ നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ പറഞ്ഞ്, അന്നേരം ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, എന്റെ പിതാവിന് സൗഖ്യം ലഭിക്കണം എന്നൊരേ ഒരു ആവശ്യമേ പറഞ്ഞുള്ളൂ. അപ്പൊ ആ ഉപദേശി അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് പോയപ്പം അന്നേരം മുതൽ എന്റെ മനസ്സിൽ, അന്നേരം ആ ഉപദേശി അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലം പറഞ്ഞ് ഇതിലോട്ട് പോകുന്ന. അപ്പത്തേക്കിന് ഞാനത്, അന്നേരത്തേക്കിന് ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോ ഇങ്ങനെ കൊട്ടുന്ന ഒരു സ്ഥലം കാണുന്നുണ്ട്, വലിയൊരു ആറിന്റെ അങ്ങേക്കരയിൽ. ഇങ്ങേക്കരയിൽ കൂടാണ് ഞാൻ CSI പള്ളിയിലോട്ട് പോകുന്നത്. അങ്ങനെ വല്യമ്മച്ചിയുടെ കൂടെ ഞാൻ പള്ളിയിൽ പോയപ്പോ ഞാൻ ആ കൊട്ടുന്ന സ്ഥലം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കിന് വളരെ മനസ്സിനൊരു ഇഷ്ടം തോന്നി. അവിടെ ചെന്നാൽ, ഒരു പക്ഷെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ പിതാവിന് സൗഖ്യം ലഭിക്കും എന്നൊരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനസ്സ് തോന്നിയാണ് ആദ്യമായിട്ട് ആരും അറിയാതെ ഞാൻ അവിടേക്ക് പോകുന്നത്. അവിടെ രാവിലെ പള്ളി പോകാന്നുള്ള രീതിയിൽ, അപ്പൊ അവിടെ വേദപാഠ ക്ലാസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ആദ്യമേ പോകും. അങ്ങനെ ഞാൻ ആദ്യമേ പോകും, എല്ലാരെക്കാട്ടിലും മുന്നേ പോയിട്ട് പോകുന്ന വഴിക്ക് CSI പള്ളിയിൽ പോകാതെ കണ്ട് നേരെ ഞാൻ ഈ പെന്തിക്കോസ്ത് പള്ളിയിൽ പോയി. അപ്പൊ പുറകെ അമ്മയൊക്കെ ഇരിക്കുന്ന പള്ളി, ഞാൻ ഫ്രണ്ടിലുണ്ടെന്നാ എല്ലാരും വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ ഫ്രണ്ടിലില്ല, ഞാൻ പുറയിലെ. അമ്മയൊക്കെ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഞാൻ ഇവിടുന്ന് അമ്മയുടെയൊക്കെ കൂടെ വരുമായിരുന്നു. പക്ഷെ എന്നാലും അയൽവക്കംകാരും അടുത്തുള്ളവരെല്ലാരും പറഞ്ഞറിഞ്ഞ് അന്ന് മുതൽ വളരെ അമ്മ എന്നെ വീട്ടിൽ എല്ലാരും തല്ലുമായിരുന്നു. ആർക്കും ഇഷ്ടമല്ല ബന്ദിക്കോസിൽ പോകുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് അടിയും തല്ലും ഒക്കെ കൊണ്ട് ഞാൻ അത് ഒരുപാട് സഹിച്ചാണ് ദൈവസന്നിധിയിൽ വന്നത്. അന്ന് ഒറ്റ ഒരു ലക്ഷ്യമുള്ളായിരുന്നു, എന്റെ പിതാവിന്റെ സൗഖ്യമായിരുന്നു. അങ്ങനെ ഇരിക്കും, എന്താ അറിഞ്ഞ കുളിച്ചും പാത്തും ഒക്കെ ഞാൻ അങ്ങനെ ആ പള്ളിയിൽ പോയെങ്കിലും ഒരുപാട് അടി കിട്ടും വീട്ടിൽ വന്നു കഴിയുമ്പം. പ്രാർത്ഥനയ്ക്ക് പോയെന്നുള്ള രീതിയിൽ അതിനുവേണ്ടി ഒരുപാട് അടി കിട്ടും. അങ്ങനെ ഞാൻ പറയുന്നേ, ദൈവത്തിന്റെ ചില മിറക്കിളുകൾ എനിക്ക് ലഭിക്കുവാൻ തൊക്കെയാണ്. അന്ന് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു പുതിയ നിയമ പുസ്തകം വായിക്കാനായിട്ട്. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ വളരെ, എന്താ പറയുന്ന, ഒരു നിയോഗപ്രകാരം എന്ന് പറയാം, എനിക്കൊരു വളരെ ഇഷ്ടമാണ്. വലിയ വലിയ ബൈബിള് വായിക്കണം, വലിയ ബൈബിള് വായിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് മിറക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു ആന്റി ഉണ്ട്, എൽസി, ഒരു ആന്റി. ആന്റി ഇവിടെ ഒരു ആന്റി വന്നിട്ട്, ആന്റി എനിക്ക് മുട്ടായി ഒക്കെ തന്നിട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോ യേശുപ്പച്ചൻ ചെയ്ത കുറെ അത്ഭുതങ്ങളും ഒക്കെ പറയുമ്പോ ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി, എനിക്ക് ഈ പുതിയ വലിയ വലിയ ബൈബിള് എനിക്ക് അന്നേരം പറഞ്ഞു, നിനക്ക് ലഭിക്കാനായിട്ട് നീ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ ആരെനിക്ക് കൊണ്ടുതരും? യേശുപ്പച്ചൻ കൊണ്ടുതരുവോ? ഇല്ല. അന്നേരം പറഞ്ഞില്ല. അപ്പൊ എനിക്ക് അന്നത്തെ ഒരു കൗതുകം വന്നത്, ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ എനിക്ക് ഒരു കൗതുകം. ഞാൻ ചോദിച്ചു, യേശുപ്പച്ചൻ അങ്ങനെ ഒരു മിറക്കിള് ചെയ്യുവോന്ന് ചോദിച്ചു. അന്നേരം ആന്റി എന്നോട് പറഞ്ഞു, നീ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്ക്, നിനക്ക് തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു ആന്റി അങ്കിളും അവരെനിക്ക് പുതിയ നിയമവും പഴയ നിയമമുള്ള ഒരു ബൈബിള്, അവര് SNDP-ക്കാരാ, അവരെനിക്ക് അങ്ങനെ മേടിച്ചു തരാൻ യാതൊരു പോസിബിലിറ്റി ഇല്ല. പക്ഷെ അവിടെ ദൈവം പ്രവർത്തിച്ചു. അപ്പം അങ്ങനെ ഫസ്റ്റ് എനിക്ക് ഒന്നുകൂടെ ഒരു വിശ്വാസം, എന്റെ ചെറിയ ചെറിയ പ്രായത്തിലല്ലേ, അപ്പൊ ഒരു വിശ്വാസം എനിക്ക് ലഭിച്ചു. അതിനുശേഷം രണ്ടാമതെന്ന് അത് കഴിഞ്ഞുള്ള എനിക്കൊരു വലിയൊരു ഓർമ്മ, ഒരുപാട് മിറക്കിളിൽ ഒരു സംഭവം എന്ന് പറയാനായിട്ട്, ഞാൻ എന്റെ ഒരു ചേട്ടനും ഫാമിലിയും ബന്ദിക്കോസിലുണ്ട്. ഒരു കസിൻ
ആ സണ്ണിച്ചായ എന്നാ പേര്. അച്ചായയൊക്കെ അവര് ചർച്ചിലും ആരാധനയ്ക്കും ഒക്കെ പോകുമ്പോ എനിക്ക് വളരെ ഇഷ്ടവാ. ആ കൺവെൻഷൻ നടക്കുന്ന കൺവെൻഷൻ സെന്ററിലൊക്കെ പാട്ട് കേൾക്കാൻ അമ്മ പോവായിരുന്നു. ഇവരുടെ കൂടെ പോവും. പാട്ട് കഴിയുമ്പോ എനിക്കന്നേരം അവിടെ ചെന്ന് എനിക്കും ഞാനും അമ്മയുടെ കൂടെ ഇവരുടെ എല്ലാം കൂടെ ഞാനും പോയി. അന്ന് ചെറിയ പ്രായമാ. അപ്പൊ അങ്ങനെ ഞങ്ങള് രാത്രിയിൽ കൺവെൻഷന് പാട്ട് മാത്രം കേട്ടിട്ട് നമ്മള് ചിങ്ങവനം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. പിന്നെ അവിടുന്ന് കുറെ നടന്നാ ലാസ്റ്റ് ബസ് പോയി. നടന്ന് നമ്മള് വരുവാ. ബസ് പോയി നടന്ന് നമ്മള് വന്ന് പിണ്ടി ഇങ്ങനെ കെട്ടിയിട്ട് അതിന് കുറുകെ വലിച്ച് നമ്മള് ഇക്കരെ കിടക്കും. അപ്പൊ ആ ചങ്ങാടത്തിന്റെ ഒരു എന്താ പറയുന്നേ, ഉം ഉടമസ്ഥൻ ഇക്കരെ വന്ന് ഞങ്ങളെ, എന്നെയും അമ്മയും അച്ഛന്റെ ചേട്ടനും ഒരു ഹസ്ബൻഡും വൈഫുവാ അവരെ, പിന്നെ ഈ ചങ്ങാടത്തിന്റെ ഉടമസ്ഥൻ, അങ്ങനെ ഞങ്ങൾ 5 പേര് ചങ്ങാടത്തെ കയറി. വലിയ ആറാ. ആറിന്റെ അതിലെ കൂടെ ക്രോസ് ഇങ്ങനെ കയറ് കൊണ്ട് ഇങ്ങനെ വലിച്ചാ അങ്ങേക്കരെ കയറ് കെട്ടിയിട്ട് വലിച്ചു വരുവാ. നടുക്കെത്തിയപ്പം ഒരു സൈഡിലൂടെ ഞങ്ങൾ അങ്ങ് നിന്നു. ചങ്ങാടം കമന്നു മറിഞ്ഞു. എല്ലാരും അടിയിലായി പോയി. ഞാൻ മാത്രം ഇങ്ങേപ്പുറത്തെ സൈഡിൽ മേളിലിരിക്കുന്നു. എല്ലാരും ടെൻഷൻ അടിച്ചു. വെള്ളത്തിലാ ഞാനെന്നാ വിചാരിച്ചത്. ഞാൻ ആ മേളിലിരിക്കുക. ഞാൻ എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ഉടുപ്പ് പോലും നനഞ്ഞിട്ടില്ല. വളരെ അത്ഭുതകരമായിട്ട് ദൈവം എന്നെ വളരെ അത്ഭുതകരമായിട്ട് അന്ന് എന്നെ രക്ഷിച്ചു. പിന്നെ എന്താ പറയുന്നേ, കുഞ്ഞുനാളിലെ പിതാവിന് സുഖമില്ലാത്തതായതുകൊണ്ട് ആഹാര കാര്യങ്ങളിലൊക്കെയും വളരെ എന്താ പറയുന്ന, ആഹാരം ഉണ്ടാക്കി വെക്കും. എന്റെ പിതാവ് അതെടുത്ത് ആഹാരം മീൻ കറി ആയാലും എന്ത് ഭക്ഷണമായാലും അത് കൈയിട്ട് കഴിച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് പിതാവ് നശിപ്പിച്ച് കളയും. അങ്ങനെ വരുമ്പോ നമുക്ക് ഭക്ഷണം കഴിക്കാനും വളരെ ബുദ്ധിമുട്ടായ, അങ്ങനൊക്കെ ഭക്ഷണത്തിന് വേണ്ടി വളരെയധികം വിഷമിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോ എനിക്കന്നേരം എല്ലാറ്റിനും ഓരോരോ കാര്യത്തിനും യേശുപ്പച്ചൻ തരുന്നത് കൊണ്ട് ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ജീവിതത്തിൽ അങ്ങനെ എന്താ പറയുന്നേ, എല്ലാത്തിനും യേശുപ്പച്ചൻ മാത്രം മതി എന്നൊരു, ഏറ്റവും കൂടുതൽ അന്ന് അവിടെ ആ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ആന്റി എന്നോട് പറഞ്ഞു, നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം കാൽവറി ക്രൂശില് മരിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ എന്റെ ആ കുഞ്ഞു മനസ്സിൽ അത്, എനിക്ക് വേണ്ടി ഒരാൾ മരിച്ചല്ലോ, എന്നിട്ട് ഒരാള് ജീവിക്കുന്നുണ്ടല്ലേ, അത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ബോധ്യത. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് ലഭിച്ച ദിവസം മുതൽ ഞാൻ ഒരുപാട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി എല്ലാറ്റിനും. പിന്നെ എനിക്കൊരു ഒരു 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 ചെറിയൊരു പ്രശ്നം ഉള്ളതെന്ന് പറയാനായിട്ട്, എന്റെ പിതാവിന്റെ സൗഖ്യം കാണാൻ വേണ്ടി ഞാൻ അനേക ദേവദാസന്മാരെ അതിന് ശേഷം ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് എന്റെ മാതാവ് ആദ്യം എന്റെ കൂടെ വന്നു. മാതാവും ഞാനും വന്നു. അത് കഴിഞ്ഞ് എന്റെ വല്യമ്മച്ചിയും വല്യപ്പച്ചനും വന്നു. പപ്പായുടെ അനിയന്മാര് വന്നു. അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു. സമയത്താണ് എനിക്ക് പഠിക്കാനായിട്ട് എന്താ പറയുന്ന, ഒരു മാനസിക രോഗിയായിട്ടിരിക്കുന്ന മകൾ എന്ന നിലയിൽ എനിക്ക് പഠിക്കാനായിട്ട് യാതൊരു ഇതുമില്ല. എല്ലായിടത്തും ചെല്ലുമ്പോൾ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെയൊക്കെ എന്തെങ്കിലും അതിൽ നിന്ന് മാറ്റം ദൈവം തരും എന്നൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. കാരണം ഓരോരോ ഇൻസിഡന്റിലൂടെ ദൈവം എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ ഒരു ധൈര്യം തന്നപ്പോഴത്തേക്കിന്, അത് തന്നെയല്ല, യേശുവിനെ എൻ്റെ ഫാമിലി ഓരോരുത്തരായി അറിയുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ കോളേജിൽ പഠിക്കണം. 10ാം ക്ലാസ്സിൽ ജയിച്ചു. സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായി. 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞു. എനിക്ക് CMS കോളേജിൽ പഠിക്കണം, കോട്ടയത്ത്. CMS കോളേജിനെ കുറിച്ചൊക്കെ കേട്ടറിയുണ്ട്. അതുകൊണ്ട് കേട്ടപ്പോ ഒക്കെ വളരെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കോളേജാണ്, അവിടുത്തെ ക്യാമ്പസ് നല്ലതാണ് എന്നൊക്കെയുള്ള ആ ഒരു അറിവ്, കേട്ടറിവ് കഴിഞ്ഞപ്പോ എനിക്ക് ആ CMS കോളേജിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി.
അങ്ങനെ ഞാൻ എന്താ പറയും അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നു. ഒരു കാർഡ് വന്നു. കാർഡ് വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നീ ESIന്ന് ബന്ദിക്കോസിൽ പോയതായോണ്ട് നിനക്ക് സീറ്റ് ഇല്ലെന്ന് പറഞ്ഞ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് എന്നെ ഇറക്കി. ഞാൻ ഇറങ്ങി വെളിയിലിറങ്ങി. വെളിയിലിറങ്ങി വളരെ മനോവ്യസനത്തോടു കൂടിയാണ് ഞാൻ ആ വെളിയിലിറങ്ങി. ഞാൻ വെളിയിൽ വന്ന് ഒരു ഉം, ഒരു അവിടെ നിന്ന് ഒരു മിനിറ്റ് ഞാൻ ആ തൂണിന്റെ സൈഡിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് ഞാൻ ദൈവത്തോട് കരഞ്ഞു അപേക്ഷിച്ച്. ഉം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട്ടിലെത്തിയപ്പം വീട്ടുകാര് പറഞ്ഞു എന്നാ പ്രൈവറ്റ് ആയിട്ട് നിന്നെ പഠിക്കാൻ വിടാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനിയും പഠിക്കുന്നുണ്ട്, CMS കോളേജിൽ പഠിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എങ്കിലും ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം എന്ന് പറയാനായിട്ട് അവിടെ കോട്ടയത്തെ SIയുടെ ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയിൽ എനിക്കൊരു സീറ്റ് തന്നു. പിറ്റേ ദിവസം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അവിടെ പ്രീ ഡിഗ്രിക്ക് അവിടെ സീറ്റ് കിട്ടി. ഞാൻ അവിടെ പ്രീ ഡിഗ്രി പഠിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഡിഗ്രിയും അവിടെ തന്നെ പഠിച്ചു. 5 വർഷം ആ CMS കോളേജിൽ എനിക്ക് പഠിക്കുവാൻ ദൈവം ഭാഗ്യം ചെയ്തു. അതിനുശേഷം എന്താ പറയാ, അതിനുശേഷം ഡിഗ്രിക്ക് ശേഷം ഞാൻ ആ, ആ, അവിടെ നിന്ന് ഹരിയാനയിലേക്ക് കുറെ 2-3 വർഷത്തിന് ശേഷം ഞാൻ ഹരിയാനയിലെത്തുന്നു. ഹരിയാനയിലെത്തി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. എന്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ഞാൻ വന്നു 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് ഫസ്റ്റ് എനിക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് പോകാനായിട്ട് ഞാൻ ഒരുങ്ങി. ഞങ്ങളൊന്ന് പോയിട്ട് തിരികെ വന്നപ്പോഴത്തേക്കിന് ഹോസ്പിറ്റലിൽ സ്റ്റെപ്പ് കയറാൻ പോലും മേലാത്ത രീതിയിലുള്ള അതിഭയങ്കര വയറുവേദന വന്നെന്ന് മാത്രമല്ല, ആ വയറുവേദന എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പിടിച്ചവര് കാഷ്വാലിറ്റിയിലോട്ട് കയറ്റി. കാരണം ഞാൻ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കാഷ്വാലിറ്റിയിലോട്ട് കയറി. അവിടെ ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ ഡോക്ടർ വന്ന് കൈ വെച്ച് അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ടിന് ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ അൾട്രാസൗണ്ടിനുള്ള ഫെസിലിറ്റി ഇല്ല. വേറൊരു സ്ഥലത്തോട്ട് ആംബുലൻസെ കൊണ്ടുപോയി അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ എന്നോട് ചോദിച്ചു, എനിക്ക് മഞ്ഞപ്പിത്തമായിരുന്നു, കൂടിപ്പോയല്ലോ എന്ന് പറഞ്ഞു. മഞ്ഞപ്പിത്തം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ജോണ്ടീസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെങ്കില് ഡോക്ടർ പറഞ്ഞു നിനക്ക് ജോണ്ടിസ് ആണ്, നിനക്ക് ജോണ്ടിസ് ആയിട്ട് നിനക്ക് ലിവറിലൊക്കെ കയറി പിടിച്ചു, നിനക്ക് ഒരുപാട് ഫ്ലൂയിഡ് കളക്ഷൻ ആയി. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതാ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫീവർ ഇല്ല, വോമിറ്റിംഗ് ഇല്ല, ഒരു സിംറ്റമും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഇല്ല നിനക്കിപ്പം ക്രിട്ടിക്കൽ സ്റ്റേജ് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ആദ്യം അവിടുന്ന് നേരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പെട്ടെന്ന് ICUയിൽ അഡ്മിറ്റ് ആക്കി 3 ദിവസം അന്ന് മുതൽ അഡ്മിറ്റ് ആക്കി എൻ്റെ കയ്യിൽ ട്രിപ്പൊക്കെ ഇട്ട് ആ ദിവസം മുതൽ 3-ാമത്തെ ദിവസം ആയപ്പോ ഞാൻ ഒരു ബോള് പോലെ അങ്ങ് ഊതി വീർത്ത് ഒരു ബെഡ് നിറയെ ഞാൻ അങ്ങ് വീർത്ത് സ്വെല്ലിങ് ശരീരത്തിന്റെ തല മുതൽ പാദം വരെ നല്ലപോലെ സ്വെല്ലിങ് ആയിട്ട് വീർത്തിട്ട് മഞ്ഞ കളറിലായി. അപ്പം ഡോക്ടർമാര് തമ്മിൽ പറയുന്നു. അപ്പൊ എനിക്ക് അൾട്രാസൗണ്ട് ചെയ്തപ്പോ ആ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, അത് പഴുത്ത് പൊട്ടാറായി, അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം മഞ്ഞപ്പിത്തം കൂടി നിൽക്കുന്നല്ലോ. അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2 എനിക്ക് തരുന്ന ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ തരുന്നുണ്ട്, പക്ഷെ എന്റെ മൂത്രം പോകുന്നില്ല. അതെന്നാ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് അവർ ഒരുപാട് ടെസ്റ്റുകളെല്ലാം വിട്ടു. അപ്പം ഞാൻ അന്നേരം എൻ്റെ കൂട്ടുകാരോ ആരെങ്കിലും വരുമ്പോൾ ഞാൻ സംസാരിക്കും. പക്ഷെ അവരോർത്തിരിക്കുന്ന ഞാൻ കണ്ണടച്ചാ കിടക്കുന്നത്, പക്ഷെ ഞാൻ കണ്ണ് തുറന്നാ കിടക്കുന്നത്. എനിക്ക് അവരെയൊക്കെ കാണാം,
പക്ഷെങ്കിൽ എൻ്റെ കണ്ണിലെല്ലാം നീര് കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അവരോർക്കുന്ന ഞാൻ കണ്ണടച്ചാ കിടക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ഞാൻ ഇവിടെ ഒരു സഭയിൽ പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് ആ സഭയിലുള്ള ദേവദാസന്മാരും ദൈവമക്കളും മലയാളികളായതുകൊണ്ട് കുറെ ക്രിസ്ത്യൻസ് ആയ മലയാളികളൊക്കെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു സീരിയസ് ആയിട്ട് ഒരു മലയാളി കിടക്കുന്നത് കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ അനേകർ വരുവായിരുന്നു. അങ്ങനെ ഒരു 2 ദേവദാസന്മാര് വന്നു. അവര് ആരാന്ന് എനിക്കറിയത്തില്ല. അന്ന് ഒരു ലൈറ്റ് യെല്ലോ ഷർട്ടാണെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവര് വന്ന് പ്രാർത്ഥിച്ചത് തുടക്കത്തിൽ തന്നെ അന്യഭാഷയിലാ പ്രാർത്ഥിച്ചത്. അന്യഭാഷ അഭിഷേകത്തോടു കൂടി ആ ദേവദാസന്മാര് പ്രാർത്ഥിച്ചു പോയി. അന്നേരം മുതല് എന്റെ മനസ്സില് ഞാൻ ഒരിക്കലും ഇനി ജീവിച്ചിരിക്കത്തില്ല. അപ്പൊ എനിക്ക് വളരെ വിഷമിച്ചു. അപ്പം എനിക്കിങ്ങനെ കർട്ടൻ ഇട്ട് എന്റെ ഡ്രസ്സ് മാറാനായിട്ട് കർട്ടൻ ഇട്ട് കഴിഞ്ഞ് എന്റെ ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് കർട്ടൻ മാറ്റാനായിട്ട് ആ കർട്ടൻ മാറ്റിയ സിസ്റ്റേഴ്സ് മറന്നുപോയി. അപ്പം ആ കർട്ടന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടു. ഈ കുട്ടിയെ എത്രയും വേഗം കേരളത്തിലോട്ട് പറഞ്ഞു വിടും. ആ ആ ആ കുട്ടി അവരുടെ വീട്ടിൽ ചെന്ന് മരിക്കട്ടെ. 3 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കത്തില്ല. കാരണം ഇൻപുട്ട് കൂടുതൽ ഉണ്ട്, പക്ഷെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല. കാരണം യൂറിൻ പാസ് ചെയ്യുന്നില്ല. അതിന്റെ കിഡ്നിക്കും പ്രോബ്ലമോ എന്തായാലും നമ്മളിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് റിസ്കാ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിന് നാട്ടിലേക്ക് വിടാമെന്ന്. അത് 3-ാം ദിവസം രാവിലെ അതൊരു 11 മണി 12:30യുടെ ഫ്ലൈറ്റിന് എനിക്ക് ബുക്ക് ചെയ്തവര് ഹോസ്പിറ്റലിൽ നിന്ന് അവരെനിക്ക് എൻ്റെ വീട്ടിലെല്ലാം അറിയിച്ചു പെട്ടെന്ന്. അപ്പൊ അവിടെ വെച്ച് ആ സമയത്ത് 2007 ഈ സംഭവം നടക്കുന്നത്. ഈ 7 നടക്കുമ്പോൾ അപ്പൊ ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിന്. ഉണ്ടെങ്കിൽ സംസാരിക്കുന്ന വഴിയിലെങ്ങാനും ഒരു ഉമിനീരിന്റെ കണിക എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയും അറിയാതെ പോലും ഇറങ്ങിയാൽ അതെനിക്ക് വളരെ വേദനയായിരുന്നു. കാരണം അത്രയ്ക്കും അതിവേദനയാണ്. വേദനയെന്നല്ല, അതിവേദനയാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എങ്ങാനും ഒരു ഉമിനീരിൻ അറിയാതെ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങും. അപ്പൊ എനിക്ക് വളരെ വേദനയായിരുന്നു. അപ്പൊ അതെന്താണെന്ന് നമ്മുടെ അസുഖം എന്താണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങുമ്പോൾ അപ്പം എൻ്റെ അസുഖത്തെ പറ്റിയുള്ള ഡീറ്റെയിൽ എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് ചെയ്ത് അറിഞ്ഞു. ഞാൻ ചെന്ന് നെടുമ്പാശ്ശേരിയിൽ എന്നെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എൻ്റെ ബന്ധുക്കളും എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ എന്നെ കാത്തു നിൽക്കുന്ന ഞാൻ ഇങ്ങനെ കാണുമ്പോഴത്തേക്കിന് എനിക്ക് വളരെ വിഷമമുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ ദൈവമേ, എനിക്ക് നെടുമ്പാശ്ശേരി ചെന്ന് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയപ്പനെ അവരെ സഹോദരങ്ങളെ ഒന്ന് കണ്ടിട്ടേ മരിക്കാവൂ എന്ന് ആ ഒരു ഇതേ ഉള്ളായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചുള്ളായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ അസുഖത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ലിവറിനകത്ത് വെള്ളം കെട്ടുന്ന ഒരു അസുഖം, വയറിനകത്ത് വെള്ളമുണ്ട്, ഫ്ലൂയിഡ് ഉണ്ട്, ഫ്ലൂറൽ എഫ്യൂഷൻ ഉണ്ട്, അതായത് ചെസ്റ്റിനകത്തും ഉണ്ട് വെള്ളം. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലം ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് വണ്ടി കയറി അവിടെ ചെന്ന് അവിടുന്ന് എന്നെ ആംബുലൻസിൽ ഹരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഹരിത്താസിൽ എന്നെ എടുക്കത്തില്ലെന്ന് തീർത്തു പറഞ്ഞു ഡോക്ടേഴ്സ്. കാരണം ഇത്രയും ക്രിട്ടിക്കൽ ഉള്ള ആളെ എടുത്തു കഴിഞ്ഞാൽ ആ ആള് മരിക്കും. പിന്നെ നിങ്ങൾ പറയും ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഇതുകൊണ്ടാണ് അതുകൊണ്ട് എഴുതി വെച്ചിട്ടേ എടുക്കത്തുള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടുകാരെ കൊണ്ട് കൺസെന്റ് എഴുതി വെപ്പിച്ചിട്ടാണ് എന്നെ എടുത്ത് അവരെനിക്ക് ഒരു ട്രിപ്പും ഇടും. പിന്നെ ഉറങ്ങാനായിട്ടുള്ള വേദന കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ സെഡേഷനായ ഫോർട്ടിവിനും ഫിനർഗാനും എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ അതേ എനിക്ക് തരുന്നുള്ളൂ. കാരണം എനിക്ക് അതുപോലത്തെ വേദന അത് തന്നായിരുന്നു. അങ്ങനെ എനിക്ക് അതിവേദനയിൽ ഞാൻ അന്ന് അവിടെ കിടക്കുമ്പോൾ അന്ന് എനിക്കൊരു പെട്ടെന്ന് അവിടെ കാഷ്വാലിറ്റി കിടക്കുമ്പോഴാണ് സ്ട്രെച്ചറിൽ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നൽ വന്നു. അതുവരെ എനിക്ക് തോന്നലൊന്നും വന്നില്ല.
ആ അവിടുത്തെ സ്ട്രെച്ചറ് എന്നെ അന്നേരം പെട്ടെന്ന് കത്തീറ്റർ ഇട്ടിട്ടൊന്നും യൂറിൻ വരാതിരുന്നോണ്ട് എനിക്ക് ട്യൂബ് ഇട്ടിട്ടില്ല. ട്യൂബ് ഒരുപാട് പ്രാവശ്യം ഇവിടുത്തെ ഹോസ്പിറ്റലുകാർ ഇട്ടിട്ടും അതിനകത്തൂടെ മൂത്രം വരാതിരുന്നത് കൊണ്ട് എനിക്ക് ട്യൂബ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അവരെന്നെ 4 പേര് കൂടി എന്നെ എടുത്ത് ഇരുത്തി. ഇരുത്തിയപ്പോഴത്തേക്കിന് ഒരു ഡ്രോപ്പ് ബ്ലഡ് പോയി ശരീരത്തിന്ന്. മൂത്രത്തിന് പകരം ബ്ലഡ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ശരീരത്തിന് എന്തോ ഒരു ആശ്വാസം പോലെ തോന്നി. അപ്പം എനിക്ക് ഫീലായി. പക്ഷെങ്കി മരിച്ചു പോകുമെന്നുള്ളത് ഉറപ്പായിക്കൊണ്ടിരിക്കുവാ. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് തിരുവനന്തപുരത്തുനിന്ന് ഒരു മെസ്സേജ് ഹോസ്പിറ്റലിൽ കിട്ടുന്നത്, പിന്നെ എൻ്റെ വീടിനും കിട്ടുന്നത് എനിക്ക് ഡെങ്കു പോസിറ്റീവാണ്. കേരളത്തിലെ ഡെങ്കു പോസിറ്റീവായ 3ാമത്തെ രോഗി ഞാനാ. 2ാമത്തേതെന്ന് പറയുമ്പോ എനിക്ക് എലിപ്പനിയുണ്ട്. അപ്പൊ എനിക്കിപ്പം എന്താ പറയുക, ഞാൻ ഇവിടെ വന്നെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും അപ്പൊ ഒരു ഹൈലി റിസ്കി പേഷ്യന്റും പിന്നെ ഗവൺമെന്റിന്റെ ഒരു അട്രാക്ഷനും കൂടെ ഉള്ളവര്. എന്റെ വീട്ടില് തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു മെഡിക്കൽ ടീമും ഞങ്ങളുടെ അവിടെയുള്ള മെഡിക്കൽ ടീമും വന്ന് എന്റെ വീടിന് ചുറ്റിനുമുള്ള കൊതുകിനെ നശിപ്പിച്ചു. എനിക്ക് വേണ്ടി എന്റെ വന്നു കഴിഞ്ഞാൽ എന്നെ കൊതുക് കുത്താതിരിക്കാനായിട്ട് കൊതുക് വല അങ്ങനെയുള്ള വളരെ സജ്ജീകരണങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുക. അപ്പം എനിക്ക് എനിക്ക് എലിപ്പനി ഉണ്ടെന്നും കൂടെ പറഞ്ഞു. അപ്പം ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, പഴുത്ത് പൊട്ടാറായി, ലിവറിനകത്ത് വെള്ളമുണ്ട്, പിന്നെ വയറിനകത്ത് വെള്ളം ഫ്ലൂയിഡ് ഉണ്ട്, അതുകൂടാതെ ചെസ്റ്റിൽ ഫ്ലൂയിഡ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലമിന്റെ കൂടെ ഒരു പുതിയ അസുഖം. അന്നൊക്കെ ഈ ഡെങ്കു എന്ന് പറയുന്ന ഫീവർ കേരളത്തിലൊക്കെ അപൂർവം ഉള്ളത് കൊണ്ട് ഇതിനെന്നാ പ്രതിവിധി എങ്ങനാണെന്നൊന്നും അന്നത്തെ ദിവസങ്ങളിലൊന്നും അറിയത്തില്ല ആർക്കും. അപ്പം ഞാൻ മരിച്ചു പോകുന്നുള്ളത് ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം എന്താ പറയുക, എനിക്ക് ടെൻഷൻ ഉള്ളിന്റെ ഉള്ളില് ഞാൻ എപ്പോഴാ മരിക്കുന്നത് ആ സമയം നോക്കുക. ഇപ്പൊ മരിക്കുവോ. അപ്പം 4th ഡേ കഴിഞ്ഞു, 5th ഡേ ആയി. അതായത് എനിക്ക് ഈ അസുഖം വന്നിട്ട് 5th ഡേയും ഞാൻ കേരളത്തിൽ വന്നതിന്റെ 2ാമത്തെ ദിവസം. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് 5th ഡേ ആയപ്പോ ഫസ്റ്റ് ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കാരിത്താസിൽ അൾട്രാസൗണ്ട് ചെയ്തു. അപ്പൊ ആ അൾട്രാസൗണ്ടും ഹരിയാനയിൽ ചെയ്ത അൾട്രാസൗണ്ടും സെയിം. ഡോക്ടർമാർക്ക് ഒരു ടെൻഷനും ഇല്ല. പിന്നെ അപ്പം ഞാൻ ഡെങ്കുവും കൂടെ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ആ ഡെങ്കു പേഷ്യന്റിന്റെ ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി 2ാമതും എനിക്ക് കാരിത്താസിൽ അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോഴും 3 അൾട്രാസൗണ്ടും സെയിം ആയിരുന്നു. അപ്പത്തേക്ക് അത് കഴിഞ്ഞ് ഡോക്ടർ രമേശ് നായർ എന്ന് പറയുന്ന ഡോക്ടർ എന്നെ നോക്കിയത്, ഫിസിഷ്യൻ. അതിനുശേഷം ഞാൻ ഒരു 6th ഡേ ആയി, 6ാമത്തെ ദിവസം. അതുവരെ ഞാൻ ഉമിനീര് പോലും ഇറക്കുന്നില്ല. ഇവിടുന്ന് സുഖം വന്ന് ഞാൻ ക്യാനിലയിട്ട് ഞാൻ ഹരിയാനയിൽ നിന്ന് പോകുന്ന മുതൽ എന്നെ NBO നിൽ ഓറലി വെച്ചിരിക്കുക. അതായത് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് കണ്ടിന്യൂ ചെയ്ത് 6 ഡേ ആയി. 6 ദിവസം വെള്ളം പോലും ഇറക്കാത്ത ഞാൻ, എനിക്ക് വേണ്ടി അനേക ദൈവമക്കളെ ദേവദാസന്മാര് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇതിന്റെ ഫലമായി ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ദൈവം എന്റെ ശരീരത്തിൽ ഒരു സൗഖ്യം തന്നു. 6ാമത്തെ ദിവസം എനിക്ക് പെട്ടെന്ന് സമയമായപ്പോൾ വിശക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിന് പകരം ബ്ലഡ് പോയിക്കൊണ്ടിരുന്നിരുന്ന് എന്റെ വീട്ടിലുള്ളവരെല്ലാം പേടിച്ചു. എന്നെ യൂറിൻ പാസ് ചെയ്യിപ്പിക്കുമ്പോ എല്ലാം യൂറിനകത്ത് യൂറിൻ ഇല്ല, ബ്ലഡാ. അപ്പൊ അത് ടെസ്റ്റിനെല്ലാം അയക്കുമ്പോ എല്ലാം ബ്ലഡാ വരുന്നത്, യൂറിന്റെ ഇത് വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 6ാമത്തെ ദിവസം ഉച്ചയായപ്പോ
എൻ്റെ വീട്ടില് എൻ്റെ അമ്മയ്ക്കൊക്കെ ഫുഡ് വാങ്ങിച്ച പൊതി അവിടെ ഇരിക്കുവാ. പെട്ടെന്ന് എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പെട്ടെന്ന് ചെന്ന് സിസ്റ്റർമാരെ വിളിച്ചോണ്ട് വന്നു. സിസ്റ്റർമാര് പറഞ്ഞു, ഞാൻ ഡോക്ടറോട് സംസാരിക്കട്ടെ. സംസാരിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താ പറയുന്നത് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അവര് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാ വല്ല ചായയോ ബിസ്ക്കറ്റോ എന്തേലും ഒന്ന് ചെറിയ 1, 2 സ്പൂൺ വല്ലതും കൊടുത്തു നോക്ക്. വൊമിറ്റ് ചെയ്യുവോ അങ്ങനെ എന്തേലും ഉണ്ടാവുകയാണെങ്കിൽ കൊടുക്കരുതെന്ന് പറഞ്ഞു. അത് വീട്ടിൽ അമ്മയോടൊക്കെ വന്ന് പറഞ്ഞു. അവര് ചായ മേടിച്ചോണ്ട് വന്നു, ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ചായയും ബിസ്ക്കറ്റും വേണ്ട, എനിക്ക് ചോറാ വേണ്ടെന്ന് പറഞ്ഞു. അത് ഇത്രയും ദിവസം ഫുഡ് കഴിക്കാതിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ചോറ് ചോദിച്ചപ്പോ എന്റെ വീട്ടുകാർ ആരും സമ്മതമല്ല. അപ്പൊ പിന്നെ അവരുടെ വീക്ക്നെസ് കയറി പിടിക്കുക എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അമ്മേ ഞാൻ ഇന്ന് മരിച്ചാല് ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് ഭക്ഷണം തന്നില്ലല്ലോ എന്ന് പറയത്തില്ലേ? അതുകൊണ്ട് അമ്മ എനിക്കിതാ, എന്റെ യേശുപ്പച്ചനല്ലേ എനിക്ക് നല്ലപോലെ വിശക്കുന്നു. യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചിട്ട് അമ്മ എനിക്ക് ഇങ്ങ് താ, ഞാനത് കഴിച്ചിട്ടേ എനിക്ക് വിശന്നിട്ട് വയ്യെന്ന് പറഞ്ഞു. സത്യമായിട്ടും നേരെ എനിക്ക് അതുപോലെ വിശപ്പായിരുന്നു. പെട്ടെന്ന് അമ്മ മനസ്സില്ലാ മനസ്സോടെ അന്ന് ഒരു ഉം പൊതിയുടെ ഒരു 2, 3 ചോറ് ഇവള് കഴിക്കട്ടെന്നും പറഞ്ഞ് അവരൊരു 2, 3 ചോറിന്റെ ഭാഗം മാത്രം ഇങ്ങനെ തന്നപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് അതല്ല, എനിക്ക് ആ പൊതി മൊത്തം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചില്ല. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അന്നേരം ശാഠ്യം പിടിച്ചപ്പോഴത്തേക്കിന് അമ്മ വിചാരിച്ച്, എന്താ പറയുന്നേ, കുഞ്ഞിന് തീരെ വയ്യാത്തതല്ല, അവൾ ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ്. എന്നാണ് അവൾ വലുതായിട്ട് കഴിക്കത്തില്ല. ഇത്രയും ദിവസം കഴിക്കാതിരുന്ന അവൾ ഒരിക്കലും അത്രയും കഴിക്കത്തില്ല. അത് തന്നെയല്ല, ഞാൻ കൈകൊണ്ടും കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുക. പക്ഷെ അന്നേരം എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ മുതൽ എൻ്റെ ശരീരത്ത് എനിക്കൊരു ഒരു എനർജി, ഒരു പുതിയ ബലം എന്താ ദൈവം തന്നത് മുഖാന്തരം ഞാൻ ആ ചോറും പൊതി തുറന്നു. ഒരു ചോറും ഇല്ലാതെ. അപ്പൊ അതിനകത്ത് പൊതിക്കകത്ത് ചെറിയ കെട്ടുകളായിട്ട കറികൾ വെച്ചിരുന്നെ. അതിനകത്തൊരു ചെമ്മീൻ കറിയുണ്ട്. ആ കറി ഞാൻ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, നല്ല ചെമ്മീൻ കറിയാ, ഞാൻ വായി വെച്ച് കഴിച്ചു. അമ്മ പെട്ടെന്ന് നെഞ്ചത്തടിച്ച് വെളിയിൽ പോയി നിന്ന് ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ ചെമ്മീൻ എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തത്തിന് കഴിക്കാൻ മേലാത്തതാ. ആ ഒരു ഇത് കൊണ്ടാണ് അമ്മ അങ്ങ് വെളിയിൽ പോയി സങ്കടപ്പെട്ടത്. ഞാൻ ആ ചോറൊന്നില്ലാതെ ഫുള്ള് കഴിച്ചു. ഒരു ശകലം പോലും വെക്കാതെ കണ്ട് ഞാൻ കഴിച്ചു. അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ആ ഒരു കഴിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പം പെട്ടെന്ന് സിസ്റ്റർമാരെ ഇൻഫോം ചെയ്തു. സിസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ വാച്ച് ചെയ്യുക. പെട്ടെന്ന് ഡോക്ടറെ ഇൻഫോം ചെയ്തു. ഡോക്ടർ പിന്നെ വന്ന് എന്നെ പരിശോധിച്ചു. എന്നോട് ചോദിച്ചു, വയറുവേദന അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോയ യൂറിനൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള യൂറിൻ. 6 ദിവസം വെള്ളം പോലും ഇറക്കാതിരുന്നിട്ട് ഞാൻ ചോറ് കഴിച്ചു. എന്നിട്ട് എന്റെ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തു സൗഖ്യമാക്കി കഴിഞ്ഞ അതിന് വേറൊരു പഥ്യമില്ല, ഒരു ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു സൗഖ്യമായിരുന്നു അന്നേരം എനിക്ക് ദൈവം തന്നത്. എനിക്കൊരു പുതിയ ബലം. അതിന്റെ പിറ്റേ ദിവസത്തെ രാവിലെ എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കല്ലേ, എന്നാ അൾട്രാസൗണ്ടിന് കൊണ്ടുപോകാം. അവിടെ അന്ന് എന്നെ 2 ദിവസം അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടറല്ല അന്ന് രാവിലെ ഇരുന്നത്. ആ ഡോക്ടർ എനിക്ക് നോർമൽ റിപ്പോർട്ട് അടിച്ചു. ആ നോർമൽ റിപ്പോർട്ട് അടിച്ച് ഞാൻ വരുമ്പത്തേക്കിന് ഞാൻ പാടി വന്ന് കയറിയപ്പോഴത്തേക്കിന് ഉടനെ തന്നെ ഡോക്ടർമാര് സിസ്റ്റർ പറഞ്ഞു, ഇത് നോർമൽ അടിച്ചത് തെറ്റാ, ഇതിന് ഇത്രയും കംപ്ലൈന്റും കോംപ്ലിക്കേഷനും ഉള്ള പേഷ്യന്റ്. രണ്ടാമത് എന്നെ കൊണ്ടുപോയി എന്നെ ആദ്യമേ അൾട്രാസൗണ്ട് ചെയ്ത ഈ ഡോക്ടറും കൂടെ കൂടി ഒരു 1.5 മണിക്കൂർ റൗണ്ട് എന്നെ തിരിച്ചു കിടത്തി നേരെ കിടത്തി എങ്ങനെല്ലാം എന്നെ അൾട്രാസൗണ്ട് ചെയ്യുക.
കാരണം ഈ ഒരു അസുഖങ്ങൾ ഒന്നും ഈ അൾട്രാസൗണ്ടിൽ കാണുന്നില്ല. അൾട്രാസൗണ്ടിന് ഗോൾ ബ്ലാഡർ ഓക്കെയാണ്, എന്റെ ലിവർ ഓക്കെയാണ്, എനിക്ക് ജോണ്ടിസ് ഇല്ല, അങ്ങനെ എനിക്ക് ഒന്നുമില്ല. എനിക്ക് ഒരു അസുഖവും ഇല്ല. പിന്നെ എന്റെ കിഡ്നി നല്ലപോലെ ഫങ്ഷനാ. എന്റെ കിഡ്നി അന്ന് അവിടത്തേതിനകത്ത് എന്റെ കിഡ്നിയുടെ ഫങ്ഷൻ ഇല്ലായിരുന്നു, ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് 4ാമത് ചെയ്ത ഇതിനകത്ത് ദൈവത്തിന്റെ കൃപയാൽ നല്ല ഓ, നല്ലത് പോലെ എനിക്ക് ഇപ്പോഴും ഈ ഓർമ്മയാ. എന്നെ തിരിച്ചു മറിച്ചു വിട്ട് അവർക്കങ്ങ് വളരെ ഡൗട്ട്ഫുൾ ആയിട്ട് ഡോക്ടേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് അത് പിറ്റേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ചെന്നതല്ലേ, എനിക്ക് നോർമൽ ആയി കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് എന്റെ എന്റെ വീട്ടിലുള്ളവരെല്ലാം വളരെ എന്റെ ആങ്ങളമാരും അവരെല്ലാരും ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത്, എന്റെ കൊച്ചു ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴത്തേക്കിന് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞെന്നൊക്കെ എന്നെല്ലാം പറഞ്ഞ് അവര് അവിടെ അവരോട് വഴക്കുണ്ടാക്കി ഡിസ്ചാർജ് ചെയ്തു. നോർമലായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. പക്ഷെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴും അവരുടെ വിചാരം അവരങ്ങ് പഥ്യം, എന്റെ വീട്ടിലെല്ലാവരും എനിക്ക് പഥ്യമായിട്ടുള്ള രീതിയിൽ ചിക്കൻ കൂട്ടാനൊക്കത്തില്ല 1 വർഷത്തേക്കിന്, പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡേ തരത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ എന്റെ അമ്മയോടും എന്റെ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ദൈവം സൗഖ്യമാക്കിയത്, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു റെസ്ട്രിക്ഷനും പറ്റത്തില്ല, എനിക്ക് ചിക്കൻ കൂട്ടി തന്നെ ഭക്ഷണം തരണം. ഞാൻ പിന്നെ ചിക്കൻ കൂട്ടി കഴിച്ചു. പിന്നെ അമ്മയ്ക്ക് വിഷമം എന്നാന്ന് വെച്ചാൽ ഭക്ഷണം തന്നു കഴിഞ്ഞ് അമ്മ എന്നെ വാച്ച് ചെയ്യും, ഞാന് ഛർദ്ദിക്കുന്നുണ്ടോ. പിന്നെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗവൺമെന്റിന്റെ ആൾക്കാരെല്ലാം എന്നെ പ്രൊട്ടക്ഷന് വേണ്ടി, കാരണം ഡെങ്കുവിന്റെ പേഷ്യന്റ് ആണ്, കേരളത്തിൽ അത് പടരാൻ പാടില്ല, ഞാൻ ഹരിയാനയിൽ നിന്ന് വന്ന ആളല്ലേ, അപ്പൊ അത് എനിക്ക് പടരാൻ പാടില്ല, എന്നെ കുത്തിയ കൊതുക്, അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് കൊതുകുവല ഒരു കട്ടിൽ, എനിക്ക് ഞങ്ങളുടെ കട്ടിലിൽ ഇങ്ങനെ കൊതുകുവലയൊക്കെ അവര് സെറ്റ് ചെയ്തു തന്നു. പിന്നെ അവര് വീട്ടിലുണ്ടായിരുന്നു 2-3 ദിവസം അവര് എന്നെ വാച്ച് ചെയ്യാനും എന്റെ ബി പിയും കാര്യങ്ങളും എല്ലാം നോക്കാനും എന്നെ നോക്കാൻ എന്ന രീതിയിൽ അവര് നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു. അങ്ങനെ ഇതെല്ലാം ചെയ്തെങ്കിലും അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, എന്റെ എല്ലാം മാറി, ഞാൻ യേശുവില് ആ സാക്ഷി ഞാൻ അനേക ദൈവമക്കളുടെ അടുത്ത് ദൈവസഭകളിലൊക്കെ ഞാൻ പോയി. കാരണം എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എന്റെ എന്റെ പെങ്ങടെ ഒരു സഭയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അനേക സ്ഥലങ്ങളിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇതൊരു സാക്ഷ്യമായിട്ട് ആ സമയത്തുള്ള റിപ്പോർട്ടുകളും എന്നൊക്കെ ഞാൻ റിപ്പോർട്ടുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട്, കാരണം ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഇത് ഇത്രയും അസുഖം വന്ന ഒരു വ്യക്തി, ഞാനും ഇപ്പൊ ഹോസ്പിറ്റലിലല്ലേ വർക്ക് ചെയ്യുന്നത്, ഒരിക്കലും രക്ഷപ്പെടാനുള്ള ഒരു 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 പെർസെന്റേജ് പോലും ഇല്ല. ദൈവത്തിന്റെ മിറക്കള് മുഖാന്തരം ഈ ഇത്രയും വർഷം എന്നെ ദൈവം കാത്ത്, അതൊരു വലിയ മിറക്കിളിലൂടാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതിനുശേഷം എന്റെ വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ ഒരു ദൈവദാസൻ പ്രവചിച്ചതാണ്. എനിക്ക് വിവാഹം എങ്ങനായിരിക്കും, എത്രാമത്തെ വയസ്സിലാണെന്നുള്ളത് ഒരു ദേവദാസൻ പ്രവചിച്ചത്. ആ ദേവദാസൻ പറഞ്ഞത് എനിക്ക് 27ാമത്തെ വയസ്സിൽ വിവാഹം നടക്കും. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ആ വിവാഹം എനിക്ക് നടക്കും. അന്നേരം പറഞ്ഞു, ഡൽഹിയിൽ നിന്നൊരു ചെറുക്കനാണ് വന്ന് കല്യാണം കഴിക്കുന്നത്, പക്ഷെങ്കിൽ മാതാപിതാക്കള് പങ്കെടുക്കുന്ന വിവാഹമല്ലെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു പ്രവചനം വരുമ്പം മാനുഷികമായ എന്റെ പൊട്ട മനസ്സിൽ ഞാൻ ചിന്തിച്ചതെന്ന് പറയുന്നത്, ഞാൻ ഡൽഹിയിലൊക്കെ ചെന്ന് സ്നേഹിച്ച് വിവാഹം ചെയ്യും,
ഏ, എന്നാണ് എൻ്റെ അന്നത്തെ ആ ഒരു മനസ്സിൽ ഞാൻ ചിന്തിച്ചത്. അപ്പം ഞാനിവിടെ വന്നു. എനിക്ക് ഈ അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് ഒരുപാട് മലയാളീസ് ഹെൽപ്പ് ചെയ്തു. അപ്പൊ അന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളാണ് ഇപ്പൊ അച്ചാച്ചൻ, എൻ്റെ ഹസ്ബൻഡ് റോഷൻ എന്ന് പറയും. അപ്പം എൻ്റെ വീട്ടുകാര് എൻ്റെ രണ്ട് വ്യക്തികൾ, ജിൻസും റോഷൻ എന്ന് പറയുന്ന ഇവര് രണ്ടുപേരിലൂടെ ഫോണിലൂടാണ് എൻ്റെ വീട്ടുകാര് ഞാൻ എന്നെ ഫ്ലൈറ്റിന് കയറ്റുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങള് അവരുടെ ഫോണിലൂടെ ബന്ധപ്പെട്ടത്. അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നത് കൊണ്ട് മാത്രം എൻ്റെ വീട്ടുകാർക്ക് ഫോണിലൂടെ സംസാരിച്ചും ഒക്കെ റോഷന് അച്ചാച്ചന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഉം, അവര് തന്നെ ഫസ്റ്റ് ടൈം വിവാഹം ആലോചിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് വീട്ടിൽ വന്ന് കണ്ടെല്ലാം കഴിഞ്ഞപ്പോ അതങ്ങ് മാറിപ്പോയായിരുന്നു. അത് അന്നേരം ആ സമയത്തും ഞാൻ വിചാരിച്ചത് ഈ വിവാഹമല്ല, എനിക്ക് വേണ്ടി ദൈവം വേറെയാ എന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് ഇഷ്ടമാണ് പാസ്റ്റർമാരെയൊക്കെ വിവാഹം കഴിക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചത് പാസ്റ്റർ ഒരു പാസ്റ്റർ ആന്റി ആകാനുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് വിചാരിച്ച അങ്ങനെ ആ ഒരു കാറ്റഗറിയൊക്കെ ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തായിരുന്നു. എനിക്ക് ഇഷ്ടമാ ദൈവവേലയും ദൈവിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ഒക്കെ വളരെ ഇഷ്ടമാ, വളരെ ഇഷ്ടമാണ്, വളരെ താല്പര്യമാണ്. പക്ഷെങ്കിൽ വളരെ ഉം, എന്താ പറയാ, ഇങ്ങനെ ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് അന്നേരം മനസ്സിൽ ഇതായിരുന്നു, എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്ന് ഉള്ള രീതിയിലാണ്. പിന്നെ അച്ചാച്ചനുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോൾ 27ാമത്തെ വയസ്സിൽ നടക്കുമെന്നാ പറഞ്ഞത്. അച്ചാച്ചൻ പിന്നെ രണ്ടാമത് വന്നു. രണ്ടാമത് ആലോചന ഞാൻ ഇവിടുത്തെ ദൈവദാസം മുഖാന്തരം വീട്ടിൽ ആലോചിച്ചു. അച്ചാച്ചൻ മാത്രമേ രക്ഷിക്കപ്പെട്ട് ആ, വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അച്ചാച്ചന്റെ ഫാമിലിയിൽ ഒരു സഹോദരനാണുള്ളത്. ആ, അവര് ഇപ്പോഴും സമുദായത്തിൽ തന്നെയാണ്. പക്ഷെങ്കില് റോ റോഷൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ദൈവകൃപയിലുള്ള വിശ്വാസത്തിലുള്ള ഉള്ള ഒരാളെ കല്യാണം കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞാണ് എൻ്റെ ആലോചന വന്നത്. അങ്ങനെ അന്നേരം മാതാപിതാക്കള് ഇതുകൊണ്ട് പങ്കെടുത്തില്ല. അവർക്ക് ബന്ധിക്കോസ് വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആണ് എൻ്റെ വിവാഹത്തിന് അവര് പങ്കെടുത്തില്ലായിരുന്നു. അതിന് ഇപ്പം പ്രവചനത്തിൽ 27ാമത്തെ വയസ്സെന്ന് പറഞ്ഞു. എനിക്ക് 13-ാം തീയതി എൻ്റെ ബർത്ത്ഡേ, 14-ാം തീയതി എൻ്റെ വിവാഹം. 13-ാം തീയതി എനിക്ക് 27 ഏജ് ആകുന്നു. പിറ്റേ ദിവസം എൻ്റെ വിവാഹം വരുന്നത്. അങ്ങനെയാണ് ദൈവം എല്ലാം പറഞ്ഞ കാര്യങ്ങള്, ദൈവം ഒരു കാര്യം പോലും ഒരു ചേഞ്ച് ഇല്ലാതെ എൻ്റെ ലൈഫിൽ നടക്കുവാൻ തക്കോളം വേണ്ടി. പിന്നീട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു, വിവാഹമായിട്ടാണ് കഴിഞ്ഞത്. പക്ഷെങ്കില് അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നു, ഹരിയാനയിൽ വന്നു. ഹരിയാനയിൽ വന്നതിന് ശേഷം ഒരു 1.5 വർഷം ആയിട്ടും എനിക്ക് തലമുറകളില്ലായിരുന്നു. 1.5 വർഷമേ ആയുള്ളൂ, പക്ഷെ തലമുറ ഇല്ലായിരുന്നുകൊണ്ട് അപ്പം അച്ചാച്ചന്റെ ഫാമിലിയിലുള്ളവരും ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ എൻ്റെ ബന്ധുക്കളും എല്ലാം വിചാരിച്ച് എനിക്ക് ഒരുപാട് മരുന്നുകൾ ചെയ്തതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന്. അപ്പം ആ, എൻ്റെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പടിയും കൂടെ മുന്നോട്ട് എത്താൻ വേണ്ടി ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു തലമുറയെ തരണം. കാരണം ദൈവമാണ് എൻ്റെ ശരീരത്തിന് സൗഖ്യം തന്നത്. ഇതെനിക്ക് പ്രൂഫ് ചെയ്യണമെങ്കിൽ എനിക്ക് തലമുറ തരണം. മെഡിക്കൽ സയൻസ് പറയുന്നത് പോലെ ഒന്നുമല്ല, ദൈവം എനിക്ക് തലമുറയെ തരണം. അപ്പം അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് ആണിനെയാണോ പെണ്ണിനെയാണോ വേണ്ടത്? സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് ആരാ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ചോദിക്കുന്നത്. പെട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു പെണ്ണിനെയാ വേണ്ടെന്ന്.
കാരണം എനിക്ക് പെൺപൈതലിനെ വേണ്ടിയത് അച്ചാച്ചന്റെ ഫാമിലിയിൽ എനിക്കൊരു ഒരു എന്താ പറയുന്ന, അച്ചാച്ചന്റെ ഫാമിലിയിൽ അച്ചാച്ചന് ഒരു സഹോദരനേ ഉള്ളൂ. അവിടെ പെൺകുട്ടികളില്ല. അവർക്ക് പെൺപിള്ളാരെ വളരെ ഇഷ്ടമാണെന്നൊക്കെ അച്ചാച്ചൻ പറഞ്ഞറിഞ്ഞത് കൊണ്ട് അപ്പോ ഉം, എനിക്കൊരു പെൺപൈതലിനെ തന്നു. അതും എൻ്റെ അച്ചാച്ചന്റെ അമ്മയുടെ അതേ ഷേപ്പിലും ഉള്ളൊരു പെൺപൈതലിനെ എനിക്ക് തന്നു. അപ്പൊ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ അവരുടെ എല്ലാ പിണക്കങ്ങളും എല്ലാം അവരുടെ ആ മനസ്സിലുള്ള ഞാനൊരു ബന്ധിക്കോസുകാരിയാണെന്നുള്ള ആ ഒരു ഇതെല്ലാം മറക്കുവാൻ തികഞ്ഞ സ്നേഹം, ആ ഒരു തികഞ്ഞ സ്നേഹം അവിടെ എന്താ പറയുന്നേ, വളരെ ദൈവം ഒന്നിനു പുറകെ ഒന്നായിട്ട് എനിക്ക് തന്ന എല്ലാം എനിക്ക് വളരെയധികം വളരെയധികം ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ ദൈവസ്നേഹത്തിന്റെ വഴികളിലൂടെ എന്നെ കടത്തിവിട്ടത്. പിന്നീട് എന്റെ പെൺപൈതലുണ്ടായി കഴിഞ്ഞു. ആ 3 വർഷത്തിന് ശേഷം ആൺപൈതലും ഉണ്ടായി. പെൺപൈതല് ഒരു 3 വയസ്സായപ്പോഴത്തേക്കിനാണ് എന്റെ പെൺപൈതലിന് പുരികത്തേല് അവക്കൊരു കടല പോലെ ഒരു ചെറിയ ഒരു മുഴ പോലെ വന്നു. ആ മുഴ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അത് കീറണം, ചെറുതായിട്ട് കുഞ്ഞിനെ മയക്കിയിട്ട് നമുക്ക് കീറാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ദൈവസഭയിൽ സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞു. ഇതുപോലെ അവളുടെ നെറ്റിയിലെ ഇത് കീറാനായിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സെക്രട്ടറി അച്ചായൻ ഉണ്ടായിരുന്നു, മാത്യു ചായൻ എന്ന് പറയുന്ന അച്ചായൻ വന്നു പറഞ്ഞു, മോളെ കുഞ്ഞിനെ കത്തി വെക്കാൻ ദൈവം സമ്മതിക്കത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ നോക്കാൻ മറന്നു. ഒരു ദിവസം കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അത് കാണുന്നില്ല. ഞാൻ അന്നേരം 2 പുരികത്തില് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ടും അതിന്റെ ഒരു പാടം ഒന്നുമില്ല. അത് പൂർണ്ണമായിട്ട് മാറി. ദൈവം അവിടെ എന്താ പറയുന്നേ, ഓരോ ദൈവത്തെ രുചിച്ചറിയുവാൻ വേണ്ടി ദൈവം ഒരു വലിയൊരു എന്താ വീണ്ടും ഓരോ ദിവസവും എൻ്റെ ജീവിതത്തില് ഓരോരോ മിറക്കിള് തന്ന് എന്നെ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ഉറപ്പിച്ചുകൊണ്ടിരുന്നു, ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം എൻ്റെ പൈതല് എൻ്റെ ഉദരത്തിലായിരുന്നപ്പോഴേ അവന് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു, ഇളയ പൈതല്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ വേണോന്നോ വേണ്ടെന്നോ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുഞ്ഞിനെ വേണോന്ന് തന്നെ വെച്ച്. അവന് പ്രസവിച്ചു കഴിഞ്ഞപ്പം മുതൽ അൾട്രാസൗണ്ടും അവന്റെ ചെക്കപ്പും കാര്യങ്ങളുമായിട്ട് ഞാൻ നടക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കണ്ണുനീര് എന്താ പറയുന്നേ, രാപകലില്ലാതെ കരയുവാൻ. കാരണം ഈ കുഞ്ഞ് വളർന്നു വരുമ്പം അവന് ഒരു കിഡ്നി 30% വർക്കിംഗ് ഉള്ളൂ. അവൻ യൂറിൻ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഒരു 50 ml ഒരു ദിവസം പാസ് ചെയ്താലായി. ശരീരം അങ്ങ് വണ്ണം വെച്ച് വളരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ട്. എങ്കിലും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ നിന്ദിക്കരുതേ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നിന്ദിക്കരുതേ. അവര് പറയും, എത്രയും വർഷങ്ങൾ കഴിഞ്ഞാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ആ പഴയ മരുന്നിന്റെയൊക്കെ എഫക്റ്റ് ആണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അപ്പം നമ്മള് മറന്നു പോയതാണെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ നമ്മളെ പെട്ടെന്നൊന്ന് സ്റ്റക്കാക്കും. അങ്ങനെ ഹെബ്രോൻ എന്നാ മോന്റെ പേര്, മോന്റെ കാര്യത്തില് അവന് വേണ്ടിയും പ്രാർത്ഥിച്ച് 2.5 വയസ്സായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 വയസ്സ് തികയുന്നതിന് മുമ്പ് അവന് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അവന് ഫ്യൂച്ചറിൽ അത് പിന്നീട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങളും പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മൾ സ്കാനൊക്കെ ചെയ്തു.
അപ്പൊ ഇവിടെ ചോദിച്ചപ്പോ 7,50,000 രൂപയാണ്. അച്ചാച്ചൻ അന്നേരം അപ്പോളോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. അവിടുത്തെ പീഡിയാട്രീഷ്യനെ നെഫ്രോയെ കാണിച്ചപ്പം അവര് പറഞ്ഞു 7,50,000 രൂപയാണ് ഇവിടുത്തെ എമൗണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ESIയിലൊക്കെ കാണിക്കാം, അവിടെ പിള്ളേരുടെ ഹോസ്പിറ്റലല്ലേ. അപ്പൊ അവിടെ കാണിച്ച അല്ല വേറെ ഹോസ്പിറ്റലിൽ നാട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും എമൗണ്ട് കുറവുണ്ടെന്ന് എൻ്റെ ആങ്ങളയുടെ വൈഫ് മുഖാന്തരം ഞാൻ ഇങ്ങനെ തിരക്കിയപ്പം പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് നാട്ടിൽ ചെന്ന് കോട്ടയം ഭാരത് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഡോക്ടറെ കാണിച്ച് സ്കാനുകളെല്ലാം നടത്തി നമ്മൾ ഓപ്പറേഷന് വേണ്ടി അങ്ങ് തയ്യാറായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഓപ്പറേഷൻ അടുക്കുന്നതിന് മുമ്പ് ഒരു 3 ദിവസം ഒരു ഫാസ്റ്റിംഗ് പ്രെയർ നമ്മുടെ ചർച്ചിൽ വെച്ച് നടത്തി. ആ ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞ് ആണ് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് സ്കാനിങ്ങിന് പോകുന്നത്. കുഞ്ഞിനെയും കൊണ്ട് സ്കാനിങ്ങിന് പോയി പ്രാർത്ഥിച്ചു. എങ്കിലും ഉള്ളിന്റെ ഉള്ളില് വളരെയധികം വിഷമമുണ്ട്. സ്കാനിങ്ങിന് കുഞ്ഞിനെ കയറ്റി കിടത്തി അവർ ഇഞ്ചക്ഷൻ ചെയ്തു. കുഞ്ഞിന് പെറ്റ് സ്കാൻ ഒക്കെ ചെയ്തു. അവന്റെ കിഡ്നിയുടെ പ്രവർത്തനം എത്ര പ്രാവശ്യം ഇങ്ങനെ മരുന്ന് കൊടുത്തിട്ട് മൂത്രം ഒഴിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തു. അങ്ങനെ അതിന്റെ അളവെല്ലാം അതൊക്കെ ഗ്രാജുവലി അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതെല്ലാം നോർമൽ റേഞ്ചിൽ വന്നു. അപ്പൊ ഞാൻ ഈ കാണുന്നത് എന്താ, ഞാൻ ആ റിപ്പോർട്ട് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തത് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ റിപ്പോർട്ട് മേടിച്ച് ഡോക്ടറിന്റെ ക്യാബിനകത്ത് കയറി ഡോക്ടർ പറഞ്ഞു ഇവന്റെ സ്കാനിങ്ങിനകത്ത് ഇവന് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അൾട്രാസൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ അൾട്രാസൗണ്ടിന് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു അവൻ്റെത് 2 കിഡ്നിയും ഒരു കുഴപ്പമില്ല, അവന്റെ കിഡ്നി രണ്ടും വർക്കിംഗ് ആണ് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ ഞാൻ സ്കാൻ ചെയ്ത് വെളിയിൽ ഇറങ്ങിയ ഉടനെ അച്ചാച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ചാച്ച ഇതുപോലെ ഡോക്ടർ പറയുന്നെന്ന് പറഞ്ഞു. അച്ചാച്ചൻ പറഞ്ഞു പിന്നെ പറഞ്ഞല്ല അച്ചാച്ച എന്ത് ഇങ്ങനെ പറയുന്നത്. അച്ചാച്ചൻ അതങ്ങ് ഷോക്കായി. പെട്ടെന്ന് അച്ചാച്ചൻ അകത്ത് കയറി. അച്ചാച്ചന്റെ ഹോസ്പിറ്റലിലെ മാഡം, അതായത് അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന മോനെ അൾട്രാസൗണ്ട് ചെയ്യുകയും ആ മാഡത്തിന്റെ ഹസ്ബൻഡാണ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ്. അദ്ദേഹത്തിനെയാണ് ഈ റിപ്പോർട്ടെല്ലാം കാണിച്ച് ഫൈനലൈസ് ചെയ്ത് സർജറിയുടെ കാര്യമൊക്കെ. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് ഇന്ന പോലെ ആണെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഇങ്ങ് വരുത്ത്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അൾട്രാസൗണ്ട്. എന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. പെട്ടെന്ന് അതിന് ഉടനെ തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനും പിള്ളേരും കൂടെ ഇവിടെ വന്ന് ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുക എന്റെ ഷൈമോളെ നിന്റെ കണ്ണുനീര് ദൈവം കണ്ടു, നിന്റെ ദൈവം വളരെ മിറക്കിളാ പ്രവർത്തിച്ചത്, ഇത് ഞങ്ങൾക്കും വിശ്വസിക്കാൻ പാടില്ല, ഇത് ഭയങ്കര മിറക്കിളായിപ്പോയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒന്നുകൂടെ കാരണം ദൈവത്തിന്റെ ഓരോ ദിവസം ദൈവത്തെ നമ്മൾ രുചിച്ചറിയുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വളരെ അങ്ങ് വർദ്ധിക്കുക ചെയ്യുന്നത്. അതെങ്ങനെ പറയണമെന്നറിയത്തില്ല. എന്താ പറയുന്നേ, ആ നിമിഷം ഞാൻ ശരിക്കും എന്താ പറയുന്നേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല, ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ള ഡോക്ടേഴ്സും പ്രതീക്ഷിച്ചതല്ല. അതിൽ നിന്നും ഞാൻ ദൈവ വയതിലിനെ വിടുവിച്ച് ഇന്നിപ്പം അത് ആ ഒരു പോർഷൻ കഴിഞ്ഞ് 3 വയസ്സ് ആയി. അപ്പം ആ സമയത്ത് അതേ സമയങ്ങളില് എന്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ലായിരുന്നു. ഈ കിഡ്നിയുടെ മൂത്രം ഒഴിക്കുന്നതിന്റെയും യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു ശ്രദ്ധയിൽ ഇരുന്നത് കൊണ്ട് അവൻ ഈ കിഡ്നിയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവൻ സംസാരിക്കുന്നില്ല എന്നുള്ള പ്രോബ്ലം ഞാൻ അത് വലുതാക്കില്ല. പക്ഷെങ്കിൽ ഇത് കഴിഞ്ഞപ്പോ അവൻ സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞു കുഞ്ഞ് സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഇത്രത്തോളം ചെയ്തില്ലേ, ഇനിയും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അതെനിക്ക് അടയാള സഹിതം ദൈവം കാണണം.
കാരണം ദൈവം സൗഖ്യമാക്കിയതാണെന്ന് എനിക്ക് ഒരാളോടെങ്കിലും സാക്ഷ്യം പറയണമെങ്കിൽ അതിന് അടയാളം വേണം. എന്റെ കുഞ്ഞ് സംസാരിക്കുമ്പോൾ എനിക്ക് അതിനൊരു അടയാളത്തോടു കൂടി സംസാരിക്കണം. അപ്പം വെള്ളമൊക്കെ ചോദിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കൈവച്ച് കാണിക്കും. അതൊക്കെ ഉള്ളൂ. 3 വയസ്സായി, 3.5 വയസ്സായി. ഇങ്ങനെ അവന് വേണ്ടി വീണ്ടും പ്രാർത്ഥന. ഈ കിഡ്നിയുടെ പ്രശ്നം തീർന്നു. അത് കഴിഞ്ഞ് അടുത്ത പ്രശ്നത്തിലോട്ട് വന്നപ്പോ അതിനു വേണ്ടി പ്രാർത്ഥന. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വളരെ അത്ഭുതം. ആദ്യായിട്ട് കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സംസാരിക്കുമ്പോ അമ്മ അല്ലെ പപ്പ, മമ്മി അല്ല അമ്മ എന്നൊക്കെ 1, 2 വാക്കിൽ ആദ്യമേ തുടങ്ങുന്നത്. പക്ഷെങ്കിൽ അവൻ ദൈവം യേശുക്രിസ്തു സൗഖ്യമാക്കിയത് കൊണ്ട്, അവന്റെ നാവേൽ ദൈവം തൊട്ടത് കൊണ്ട് അവൻ സെന്റൻസ് ആയിട്ടാ പറയുന്നത്. ഞാൻ പോവാ മമ്മി, എനിക്ക് വെള്ളം വേണം മമ്മി, എനിക്ക് കുടിക്കാൻ വേണം. ആ ലാംഗ്വേജ് ഒക്കെ അവനെ അതുവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടോ അങ്ങനൊന്നുമില്ല. പക്ഷെങ്കില് അവൻ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അതിലൂടെ മനസ്സിലായി നമുക്ക് ദൈവമാണ് സൗഖ്യം തന്നത് എന്നുള്ള ഒരു അടയാളം അതിലൂടെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഓരോ ദിവസവും ദൈവത്തെ രുചിച്ചറിയുവാൻ ദൈവം എന്റെ ജീവിതത്തില് ഇന്ന് വരെയും ദൈവം ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നത് വരെയും ഒരു വലിയൊരു മിറക്കിളാണ്. കാരണം എന്റെ വിവാഹം നടന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ വിവാഹത്തിന് ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നു. ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. കാരണം അതങ്ങനെ ഫാമിലിയിലായാലും ഞാൻ ഒരു ഒരു ബാധ്യത ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. കാരണം വേറൊന്നുമല്ല. ഒന്ന്, ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ പിതാവ് ഒരു മാനസിക രോഗിയാണ്. എന്റെ പിതാവ് ഒരു മാനസിക രോഗി ആയതുകൊണ്ട് ഒരു പിതാവിന്റെ മകളെ വിവാഹം ചെയ്യണമെങ്കിൽ എന്റെ അമ്മ വേലയെടുത്ത് എന്തായാലും ഒരു വിവാഹം നടത്താനുള്ള ഒരു ഇതില്ല. അമ്മ കൂലിവേലയ്ക്ക് പോവായിരുന്നു, കണ്ടത്തിപ്പണിക്ക് പോവായിരുന്നു. അപ്പം അത് പറ്റത്തില്ല. അപ്പം എന്റെ ബന്ധുക്കളും എന്റെ ചാർച്ചക്കാരും ചേർന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ അസുഖവും കൂടെ വന്നത് കൊണ്ട് എന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ മൂത്ത ബ്രദറിനെയാണ് വിവാഹം കഴിച്ചത്. കാരണം വേറൊന്നുമല്ല, എന്റെ വിവാഹം നടക്കത്തില്ല. കാരണം ആ സമയത്തൊക്കെ ഈ പ്രവചനം കിടക്കുന്നുണ്ടെങ്കിലും പ്രവചനത്തിൽ ഒരു വിശ്വാസം, ഒരു ഉറച്ച വിശ്വാസം അന്നൊന്നും ആർക്കും ഇല്ലായിരുന്നു. കാരണം അങ്ങനെ ആയിരുന്നു, ഞങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം അങ്ങനെ ആയിരുന്നു. അപ്പം എന്റെ മൂത്ത ആങ്ങളയുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ച് എനിക്കിനി ഒരിക്കലും വിവാഹമൊന്നും നടക്കത്തില്ല എന്നാ ഞാൻ വിചാരിച്ചേ. എനിക്ക് എന്റെ മൂത്ത ആങ്ങളെ വിവാഹം ചെയ്തു കഴിഞ്ഞു ആണ് അപ്പം എനിക്ക് ഓരോ ആലോചനകൾ വരുന്നു. ആലോചനകൾ വന്നപ്പോഴത്തേക്കിന് അനേക പാസ്റ്റർമാരുടെ മക്കളും അങ്ങനെ അനേകര് വന്നു കഴിഞ്ഞ് അന്വേഷിക്കുമ്പം, അയൽവക്കത്തൊക്കെ അന്വേഷിക്കുമ്പോഴും അല്ലെ അറിയാമല്ലോ. അപ്പൊ ഞാൻ ഈ വരുന്നവരോടൊക്കെ എന്റെ ഈ സാക്ഷ്യമായിട്ട് പറയും എന്നെ ദൈവം സൗഖ്യമാക്കിയത്. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അമ്മ പറഞ്ഞു, ലാസ്റ്റ് കുറെ നാള് കഴിഞ്ഞപ്പോ കുറെ പേരോടും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നീ ഇനി ആരോടും പറയണ്ട, ഇത് പറയുന്നത് കൊണ്ട് എന്റെ കല്യാണം മുടങ്ങുന്നതാണ്. കാരണം അപ്പൊ എനിക്കറിയുന്നില്ല, എന്റെ വീട്ടുകാര് കൊണ്ടുവന്ന ബ്രോക്കർമാരൊക്കെ വന്ന് ചോദിച്ച്, നിങ്ങളുടെ മകള് പ്രാർത്ഥിച്ച് സൗഖ്യമായെന്നും പറഞ്ഞ് രഹസ്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ? പിന്നെ ഒരു ആള് വന്ന് കണ്ടിട്ട് പോയപ്പം പറഞ്ഞു, എന്റെ വീട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഈ ലിവറിന്റെ ഒക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ കൊള്ളും. കാരണം ഇപ്പോഴും ഈ അസുഖങ്ങളൊന്നും മാറുന്ന അസുഖങ്ങളൊന്നും അല്ല. പക്ഷെങ്കിൽ ഞാൻ എന്റെ വിശ്വാസത്തിന് വേണ്ടി എന്റെ ജീവിതത്തിൽ ദൈവം യേശുവിനെ രുചിച്ചറിഞ്ഞത് ഞാൻ മറ്റുള്ളവരിലേക്ക് പകരുന്നതായിരുന്നു. പക്ഷെ അതൊക്കെ എന്റെ ജീവിതത്തിൽ അത് നെഗറ്റീവായിട്ട് വന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്റെ വിവാഹം നടക്കുമെന്ന്. എന്റെ വിവാഹത്തിന്റെ സമയം മുതൽ എനിക്ക് വേണ്ടി ദൈവം
ഓരോരോ സംഭവങ്ങളും മിറക്കിൾ പോലെ എനിക്ക് വേണ്ടി ദൈവം കരുതി കരുതി വെച്ചു. അപ്പൊ എന്റെ വിവാഹത്തിനന്ന് ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഉം. അവിടെ അച്ചാച്ചന്റെ കൂടെ ജോലി ചെയ്ത ഒരാള് ഒരു ഫോണുമായിട്ട് വന്നു. ഫോണിനകത്ത് 1, 2 ഫോട്ടോസ് എടുത്തു. അതേ ഉള്ളൂ എന്റെ കയ്യിൽ, എന്റെ വിവാഹത്തിൻ്റെതെന്ന് പറയാനായിട്ട് ഫോട്ടോസ്. അപ്പം അന്ന് വളരെ വിഷമം ഉണ്ടായിരുന്നു, ഹൃദയത്തിൽ വളരെ വേദനയുണ്ടായിരുന്നു. അവിടുന്ന് വിവാഹം കഴിഞ്ഞ് ഞങ്ങള് ഹരിയാനയിലേക്ക് ഞാൻ വരുമ്പത്തേക്കിന് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്നോട്, "ദീപു ഇല്ലേ? അല്ലേ നിങ്ങളുടെ കല്യാണ ഫോട്ടോ കാണിക്കുന്നൊക്കെ പറയുമ്പോ എന്റെ കയ്യിലില്ല." അപ്പൊ അന്നൊന്നും ഞാൻ അത് വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ടൊന്നും എടുത്തില്ല. അതെനിക്ക് എന്റെ മൂത്ത പൈതലൊക്കെ ഉണ്ടായതിനൊക്കെ ശേഷം ഏഹ് ആണ് എന്റെ ജീവിതത്തിൽ ഓരോ ഇൻസിഡന്റ് വന്ന്, ഈ രണ്ടാമത്തെ പൈതലിന്റെ ഇൻസിഡന്റിന് ശേഷം ചില വ്യക്തികളിൽ നിന്ന് എനിക്ക് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് പോലെ എന്നോട് സംസാരിച്ചു. ഞാൻ ഒരാളെയെങ്കിലും കാണുമ്പോൾ ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ പറയും. ദൈവം എന്നെ നടത്തിയത്, ഞാൻ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ വിശ്വാസമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എന്റെ സാക്ഷ്യത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ സാക്ഷ്യത്തിലൂടെ പറഞ്ഞു കൊടുത്തപ്പോ അന്ന് ആ വ്യക്തി എന്നോട് ചോദിച്ച ഒരു ചോദ്യം, "നിന്റെ വിവാഹം നടന്നതിന് എന്താ നിന്റെ കയ്യിൽ ഒരു ഫോട്ടോ പോലും ഇല്ലാതിരുന്നേ? നീ കല്യാണമായിട്ട് കഴിച്ചത് തന്നെ അല്ലേ?" ഏ പക്ഷെ അന്ന് എനിക്ക് വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോ ഞാൻ യേശുപ്പച്ചനോട് ഭയങ്കര സങ്കടത്തിൽ ഞാൻ പറഞ്ഞു, "ദൈവമേ, എല്ലാവരും ഒരു വിവാഹത്തിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വിവാഹത്തിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്." അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, "ദൈവമേ, എനിക്കൊരു ലോകപരമായിട്ട് എൻ്റെ ഒരു പിതാവ് സുബോധമുള്ളവനായിരുന്നെങ്കിൽ, എൻ്റെ പിതാവ് മാനസിക രോഗി ആയതുകൊണ്ടല്ലേ അപ്പച്ച ഞാൻ ഇന്ന് അവരിൽ നിന്ന് ഇങ്ങനെ കേട്ടത് എന്ന്." പിന്നെ ഞാൻ ദൈവസന്നിധി ക്ഷമ ചോദിച്ചിട്ട് അന്നങ്ങ് പ്രാർത്ഥിച്ച് ഞാൻ കിടന്നു. പിറ്റേ ദിവസം ഒരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, "ഷൈമോൾ സിസ്റ്ററെ, ഷൈമോൾ സിസ്റ്റർ ഒരു സാക്ഷ്യം പറയാവോ?" ഞാൻ പറഞ്ഞു, "ഞാൻ ഇതുവരെ" എന്നോട് പറഞ്ഞു, "ഒരു ചാനലില്ല, അതും ഹിന്ദിയിലാണ്." ഞാൻ പറയും, "ഞാൻ ജീവിക്കാൻ വേണ്ടി ഹിന്ദി പറയുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്ന് ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞു." ഒരുപാട് മലയാളികളുണ്ട് ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട്. അപ്പൊ പിന്നെ അവരുടെ കൂടെ മലയാളത്തിലാണ് കൂടുതലും സംസാരിക്കുന്നെ. അപ്പം എനിക്കങ്ങ് ആ ഒരു സംഭവം ആ ദിവാസം പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കതങ്ങ് ഓക്കെ, ഞാൻ പറയാം, വേണേ ട്രാൻസ്ലേറ്റ് ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, "അങ്ങനെയല്ല, ഹിന്ദിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്" എന്ന് പറഞ്ഞു. ഞാൻ കേട്ട് ദേവദാസനെ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, "ഞങ്ങൾ സ്റ്റുഡിയോയിൽ വെച്ച് കുറച്ച് സാക്ഷ്യത്തിന്റെ ഇത് കേൾക്കും. അതിനുശേഷം നിങ്ങൾ ഹസ്ബൻഡ് വൈഫിന്റെ വീഡിയോസ് ചെയ്യും. അതൊരു പാർക്കിലായിരിക്കും" എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ലേസർ വാലി എന്ന് പറയുന്ന ഒരു പാർക്കില് എന്റെ ദേവദാസനെ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടിനും വെച്ചൊരു ഷൂട്ടിങ്ങും, ഞങ്ങളുടെ ഞങ്ങളുടെ വിവാഹത്തിന് എന്തൊക്കെ ഞങ്ങളെ വെച്ച് എന്താ പറയുന്നില്ല, ഓരോരുത്തരും വീഡിയോസ് ചെയ്യുന്നത് പോലെ തന്നെ ആ ചാനലുകാരൻ ഞങ്ങൾ രണ്ടുപേരുടെ വീഡിയോസ് എടുത്ത് ഹിന്ദിയിൽ CBN മിനിസ്ട്രിയിൽ എനിക്ക് സാക്ഷി പറയുവാനും ഇടയാക്കി. അതുകൂടാതെ അന്ന് വീഡിയോ എടുത്തപ്പം അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ നെടുവീർപ്പുകളെ അറിയുന്ന ഒരു കർത്താവ്. ഞാൻ അന്ന് എന്നെ ആ ആള് സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പഴയ മറന്നു കിടന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് വളരെ വേദനയോടുകൂടി ഞാൻ ദൈവസന്നിധിയിൽ അത് കരഞ്ഞ് ദൈവസന്നിധി പറഞ്ഞപ്പം ദൈവം ഉടനെ തന്നെ എനിക്ക് വേണ്ടി അത് എന്താ പറയുന്നത്, ആ ഒരു അന്നത്തെ ഞങ്ങളുടെ ഫോട്ടോസും കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവസന്നിധിയിൽ അന്നേരം
ഞാൻ അന്നേരം ഓർത്തു, ദൈവമേ ഞാൻ എന്ത് പിറുപിറുത്തതാ ഞാൻ ദൈവസന്നിധി പറഞ്ഞോ? എ ഞാൻ വളരെ സങ്കടപ്പെട്ടു. കാരണം ദൈവസന്നിധി ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്നോർത്ത് ഞാൻ ദൈവസന്നിധി വളരെ വേദനിച്ചു. കാരണം ഞാൻ വളരെ വേദനയിലൂടെ കടന്നു വന്നതുകൊണ്ട്. ഒരു നേരം എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയെന്ന് പറഞ്ഞാ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞാ വളരെ വളരെ എന്താ പറയുന്നെ, കഷ്ടതയുടെ വളരെ മധ്യത്തിലൂടെ അത് കടന്നുപോയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ ഇതുപോലെ പള്ളിയിലോട്ടൊക്കെ വരുന്ന വഴിക്ക്, ഞങ്ങള് വരുന്ന വഴിയില് ഉള്ള വീടുകളിലൊക്കെ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പത്തേക്കിനും ഇതിന്റെയൊക്കെ മണം അടിക്കുമ്പോ വളരെ ഞാനങ്ങ് മാറിയിരുന്ന് നടന്നു പോകുന്ന വഴിയിലിരുന്ന് എന്താ പറയുന്നെ വളരെ വിഷമിക്കും. വേറൊന്നുമല്ല. അതൊക്കെയായിരുന്നു അന്നത്തെ വലിയ ആഗ്രഹങ്ങള്. ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുന്നതൊക്കെ അതൊക്കെയായിരുന്നു. ഒട്ടമനസ്സിൽ അതൊക്കെയായിരുന്നു. കാരണം പക്ഷേങ്കിൽ അതില്ലേ, ഞാൻ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് അറിഞ്ഞു കഴിഞ്ഞാ ഉടനെ ഒന്നുകിൽ പിറ്റേ ദിവസങ്ങളിലങ്ങ് അടുത്ത ദിവസങ്ങളില് അതിന്റെ പിറ്റേ ദിവസവും 2 ദിവസത്തിനുള്ളില് ആരുടെയെങ്കിലും വിവാഹത്തിന് എന്നെയും കൂടെ കൊണ്ടുപോകും ആരെങ്കിലും. അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മുടെ വയറ് നിറച്ചുള്ള ഭക്ഷണം ലഭിക്കും. അപ്പൊ വളരെ സന്തോഷവാ. അപ്പൊ അതൊക്കെ കേൾക്കുന്നവർക്കത് നിസ്സാരവാ. പക്ഷെ ഞാൻ ചോദിക്കുമ്പോ എന്റെ പിതാവ് എന്ന നിലയില് എന്റെ സ്വർഗ്ഗത്തിലെ പിതാവ് എനിക്ക് എന്ത് ചെറിയ കാര്യങ്ങള് പോലും എനിക്ക് നടത്തി തരും. കാരണം എന്റെ തുടക്കം തന്നെ ചെറിയ കാര്യത്തിലായിരുന്നു. സൺഡേ സ്കൂളില് പഠിപ്പിച്ചപ്പം ബൈബിള് വേണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പുതിയ നിയമവും പഴയ നിയമവും വേണോന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതാ ആഗ്രഹിച്ചത്. എനിക്ക് എന്റെ വീട്ടിൽ ആരും മേടിച്ചു തരത്തില്ല. ഒന്നാമത് വീട്ടില് ആരും മേടിച്ചു തരാൻ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പം പിന്നെ മറ്റുള്ളവര് മേടിച്ചു തരുമെന്ന് പറഞ്ഞു. മറ്റുള്ളവരെന്നും പറഞ്ഞ് ഞാൻ ചിന്തിച്ചെന്ന് പറയുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന് പറഞ്ഞാ ഞാൻ ആദ്യമേ ബൈ ഹാർട്ട് പഠിച്ച ഒരു വചനം എന്ന് പറഞ്ഞാ തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് ആ വചനം പഠിച്ചായിരുന്നു. ആ വചനം പഠിച്ചെങ്കിലും അതിന്റെ അർത്ഥം ആന്റി എന്നോട് പറഞ്ഞു തന്നപ്പം ഞാൻ അതുപോലെ തന്നെ എന്റെ അയൽക്കാരായിട്ടുള്ള ആൾക്കാരെ സ്നേഹിച്ചു. കാരണം എനിക്ക് എന്താവശ്യമുണ്ടോ അത് അവർക്കും ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ അങ്ങനാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കില് ഞാനിവിടെ ഹരിയാനയിൽ ജോലി ചെയ്യുമ്പോഴാണ് 2018 വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം വന്ന് നമ്മുടെ വീടൊക്കെ അങ്ങ് മുങ്ങി. വീട് മുങ്ങി. എന്റെ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ വീട്ടില് ഞാൻ പറഞ്ഞു എന്റെ വീട്ടില് എന്റെ അച്ഛനും അമ്മയും എന്റെ സഹോദരങ്ങളൊക്കെ ക്യാമ്പിലാണ്. അന്നത്തെ ക്യാമ്പിലാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അവർക്കുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ? അപ്പൊ എന്നിട്ട് നിനക്ക് ഇനി ഒരു വീടൊക്കെ എങ്ങനാ ഇനിയുള്ള കാര്യങ്ങള്? അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും വീടും ഇല്ല. മുഴുവൻ ആൾക്കാർക്കും ആഹാരവും സാധനവും എല്ലാം ബുദ്ധിമുട്ടാണ് പറഞ്ഞു. അപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥന്റെ ഒരു സമുദായമുണ്ട്. പഞ്ചാബി വിരാതിരി എന്ന് പറയുന്ന ഒരു പഞ്ചാബികളുടെ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പേരില് ഒരു ട്രക്ക് നിറയെ സാധനങ്ങൾ, അതായത് അരി, പയറുവർഗ്ഗങ്ങൾ, സോപ്പ്, അങ്ങനെയുള്ള ഒരു വീട്ടിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അതിന്റെ കൂടെ രണ്ടാണുങ്ങൾക്കും 2 പെണ്ണുങ്ങൾക്കും ഒരു ഫാമിലി എന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും എല്ലാം പാക്ക് ചെയ്ത് കിറ്റാക്കി. അങ്ങനത്തെ കിറ്റാക്കി ഇവിടുന്ന് ട്രക്കിൽ കയറ്റി കേരളത്തിലോട്ട് പോയി. അതിനകത്ത് അന്നേരം ആ സാർ എന്നോട് പറഞ്ഞു, നിനക്ക് എത്ര കിറ്റ് വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 100 കിറ്റ് വേണം. അപ്പൊ എനിക്ക് 100 കിറ്റ് എനിക്ക് തന്നു. ചങ്ങനാശ്ശേരി ചെന്ന് എന്റെ ഇളയ ആങ്ങളെയും സഭയിലെ ദേവദാസനും അവരെ ചെന്ന് കളക്ട് ചെയ്തു സഭയിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് സഭയിലുള്ള
അടുത്തുള്ളവർക്കും, പിന്നെ അത് കൂടാതെ എൻ്റെ 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 നിലമ്പേരൂർ ഞാൻ താമസിക്കുന്ന വീടിന്റെ ചുറ്റിനുള്ള എൻ്റെ ആൾക്കാർക്ക്, എൻ്റെ അയലോക്കംകാർക്ക് എല്ലാം കൊടുത്തു. അ- എനിക്കത് ആ, അങ്ങനെ എനിക്ക് അങ്ങനെ അവരെ കുറിച്ച് ഒരു വലിയൊരു ഭാരമായിരുന്നു. കാരണം കുഞ്ഞുനാൾ തൊട്ടേ അവരെയൊക്കെ ഞാൻ അതുപോലെ സ്നേഹിച്ചു കൊണ്ടുവന്ന് അവരുടെയൊക്കെ വീടുകൾ നശിച്ചു പോകുന്നു, അവരുടെയൊക്കെ സാധനങ്ങൾ നശിച്ചു പോകുന്നു, വെള്ളം പൊങ്ങി, അതൊക്കെ വളരെ ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പം അവർക്ക് വേണ്ടി എനിക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്റെ ജോലിയിൽ നിന്ന് എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്റെ യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് ദേവദാസൻ എന്റെ സഭയിലെ ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ച് ആ കിറ്റുകളെല്ലാം എന്റെ ദേശക്കാർക്ക് വിതരണം ചെയ്ത്, എന്റെ അയൽവക്കംകാർക്കൊക്കെയും വിതരണം ചെയ്ത്. എനിക്കതുകൊണ്ട് എന്റെ അയൽവക്കംകാര് ഭയങ്കര, എന്താ പറയുന്നേ, അവരും അതുപോലെ തന്നെ. അവര് ഇന്നും എന്റെ പിതാവ് മാനസിക രോഗിയായിട്ട് എന്റെ അയൽവാസികളെ എല്ലാം തെറി വിളിക്കുന്നതിനും അസഭ്യം പറയുന്നതിനും കയ്യും കണക്കുമില്ല. അതുപോലെ ഇതതിന് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ വളരെ എല്ലാവരെയും മുഷിപ്പിക്കും. പക്ഷെ ഇന്ന് വരെ എൻ്റെ അയൽവക്കംകാര് ഒരു പോലീസിന് കംപ്ലൈന്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് നല്ലവരായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് എനിക്കത് വളരെ വലിയ വലിയ സന്തോഷമാണ്. കാരണം അതൊക്കെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാ. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ? എന്റെ പിതാവുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തേനെ? എന്റെ പിതാവിന് അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. പക്ഷെങ്കിൽ ഒരു ദൈവദാസം വന്ന് പ്രാർത്ഥിച്ച് ഒരു സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ വയലന്റ് ആകുന്ന അവസ്ഥ. എന്റെ പിതാവ് വയലന്റ് ആയി കഴിഞ്ഞാല് ഈ ഫോർമറയിലൊക്കെ കേറും, തെങ്ങയിലൊക്കെ നടന്നു കേറും. പക്ഷെ ഇറങ്ങാനൊക്കത്തില്ല. അത് നിരങ്ങി ഇറങ്ങി നെഞ്ചൊക്കെ ഒരഞ്ഞ് കാരണം ശത്രു കൊണ്ടുപോയി തകർക്കാനായിട്ട് പലവിധമായ പരിശ്രമങ്ങൾ നടത്തുന്ന. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു വലിയ ഭ്രാന്തമായ അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം, പഴയ ഒരു വയലന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ യേശുവിനെ ഞാൻ അറിഞ്ഞ നാള് മുതൽ ദൈവം എന്നെ ഓരോ ദിവസവും രുചിച്ചറിയുവാൻ തക്കും. നമ്മൾ പറയുന്ന പോലെ രുചിച്ചറിയാൻ പോലെ. കാരണം അതിലൂടെ നമുക്കൊരു സ്ട്രോങ് ഒരു എന്താ പറയുന്നത്, എന്ത് വന്നാലും ഇതിൽ നിന്ന് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ നിൽക്കും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ഉറപ്പ് ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നു. കാരണം എനിക്ക് ദൈവം ഈ ഹരിയാനയുടെ പ്രദേശത്ത് എത്തുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച്, എന്റെ മാത്രമല്ല എനിക്കുള്ള ഓരോ ഓരോ ദിവസവും എന്നെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. ഇന്ന് ഈ നിമിഷം വരെ, ഇന്നിവിടെ ഈ ആരോമ ടിവിയുടെ ഇവിടെ വരെ എത്തുവാൻ ദൈവം എന്നെ വളരെയധികം സഹായിച്ചു. ഇതിന്റെ പിന്നിൽ എന്റെ ഒരു നല്ല പ്രവൃത്തി എന്ന് പറയാൻ ഒന്നുമില്ല. ദൈവം എനിക്ക് വേണ്ടി കനിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹം ദൈവം എനിക്ക് വേണ്ടി തന്നതാണ്. അല്ലാതെ ഒന്നുമില്ല. വളരെയധികം മിറക്കിളിലൂടെ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് എന്നെ ഇത്രത്തോളം എത്തിച്ചു. എന്റെ ഓരോ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തെ തൊട്ടറിയുവാൻ തൊക്കെ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം സമാധാനം ഇല്ലാഞ്ഞിടത്ത്, ഒന്നും ഇല്ലാതിരുന്നിടത്തു നിന്ന് ദൈവം എന്നെ ഉയർത്തി. എന്റെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഉള്ള കയ്പ് അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ ഈ മധുരത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇത് എന്റെ ലൈഫിലെ ഒരേ ഒരു നല്ല പ്രവൃത്തി എന്ന് പറയാനായിട്ട് ഞാൻ യേശുവിനെ അറിഞ്ഞു എന്നതാണ്. യേശു എന്നെ സ്നേഹിച്ചു. യേശു
എന്നെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ നിലവുകളെ, എൻ്റെ നെടുവീർപ്പുകളെ അറിഞ്ഞ് ദൈവം എനിക്ക് വേണ്ടി നന്മകളെ തന്നു. എനിക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ സൗഖ്യം തന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ ചുറ്റിനുമുള്ള എല്ലാവർക്കും ദൈവം വിടുതൽ തന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് എന്നേ മാറിപ്പോകാമായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കർത്താവിന്റെ വലിയൊരു സാക്ഷിയാകുവാൻ വേണ്ടി എന്നെ ഇവിടം വരെ എത്തിച്ചു. ഈ മാധ്യമത്തിലൂടെ എന്നിൽ ഞാൻ എന്ത് അനുഭവിച്ചോ അതെല്ലാം നിങ്ങളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ഞാൻ അനുഭവിച്ച ഏതെങ്കിലും രീതിയിൽ ഇവിടെ കടന്നുപോയ ആരെങ്കിലും ഉണ്ട്, ദൈവം അവരെ ഒരിക്കലും കൈവിടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ജീവിതത്തിൽ ഓരോ ദിവസവും രുചിച്ചറിയുവാൻ, ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുക മാത്രമല്ല, അത് രുചിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. 400 അടിയന്റെ ഭാരം ചുമക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മാധ്യമത്തിലൂടെ ഇങ്ങനെ സാക്ഷീകരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ വിവിധമായ വ്യതകളിലൂടെ കടന്നു പോകുന്നവരെ, അവരെയൊക്കെയും അവരുടെ നെടുവീർപ്പുകളെയും അവരുടെ ചിന്തകളെയും അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം തന്നെ അപ്പന്റെ വലിയ കരം വെച്ച് അവരുടെ ശരീരത്തിന്മേൽ സൗഖ്യം, അവരുടെ മനസ്സിന്മേൽ സൗഖ്യം എല്ലാം പ്രദാനം ചെയ്യണമെന്ന് അവനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ലെന്ന് ഞങ്ങൾ ഉറപ്പുള്ളവരായിട്ട് ഓരോ ദിവസം തീരുവാൻ തക്കവണ്ണം, ഓരോ ദിവസവും അങ്ങേ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണേ, യാചന കേൾക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ഷൈമോൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് അഭിമുഖീകരിച്ച തിക്ത അനുഭവങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പ്രത്യേകിച്ച് കരുതലും സംരക്ഷണയും സ്നേഹവും ലഭിക്കേണ്ടുന്നതായ പ്രായത്തില് പ്രിയ പിതാവിന് മാനസികമായി ഉണ്ടായ പല പ്രയാസങ്ങളോടുള്ള ബന്ധത്തിൽ ഒത്തിരി വേദനകൾ, കൈപ്പേറിയ അനുഭവങ്ങൾ കുട്ടിക്കാലത്ത് അനുഭവിക്കുകയുണ്ടായി. കഷ്ടതകളുടെ നാളുകളൊക്കെ തള്ളി നീക്കി ഒരു വിധത്തില് പഠിച്ച് വളർന്ന് നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് ഹരിയാനയിൽ വന്നു നല്ലൊരു ജീവിതം ആരംഭിക്കുമ്പോൾ മരണകരമായ രോഗം, പലവിധ രോഗങ്ങൾ, ഒരു രോഗത്തിന്റെ ഒരു വലിയൊരു ഘോഷയാത്ര എന്ന് വേണം പറയാൻ. നിരവധി രോഗങ്ങളാൽ പീഡിക്കപ്പെട്ട് വളരെ പ്രയാസത്താൽ മരണം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഡോക്ടർമാർ വല്ല വിധേനയും അവിടെ നിന്ന് കയറ്റി നാട്ടിലേക്ക് വിട്ടു. നാട്ടിൽ വന്നും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല, വളരെ ഗുരുതരമായിരുന്നു. എന്നാൽ ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരത്തക്ക രീതിയിൽ പെട്ടെന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി ശരീരത്തില് ഉണ്ടാകുകയും അത്ഭുതകരമായ വിടുതല്, എല്ലാ റിപ്പോർട്ടുകളും പോസിറ്റീവ് ആയിരുന്നതെല്ലാം നോർമൽ റിപ്പോർട്ടിലേക്ക് അത് കൺവേർട്ട് ചെയ്ത ആ അത്ഭുത നിമിഷം അതൊരു അസാധാരണമായ വിടുതലിന്റെ സാക്ഷ്യമാണ്. പ്രിയ സസ്ന, ജീവിതത്തില് ദൈവം തന്നതായ അത്ഭുത വിടുതലുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിലേക്ക് വന്നതും വലിയൊരു അത്ഭുത വിഷയമായിരുന്നു എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം തലമുറകളെ ദൈവം ദാനമായി തന്നു. അവരുടെ ജീവിതത്തിലും ദൈവം അത്ഭുതകരമായ വിടുതൽ, പ്രത്യേകിച്ച് ഇളയ മകന്റെ ജീവിതത്തില് ദൈവം കൊടുത്ത വലിയ മിറക്കിൾ,
മറക്കാനാകാത്ത അത്ഭുത ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ നിരവധി അത്ഭുതങ്ങളുടെ ഒരു ജൈത്ര യാത്ര തന്നെ സിസ്റ്ററിന്റെ ജീവിതത്തില് ആമേൻ ഉടനീളം ദൈവം നൽകി തന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി ഭവിക്കട്ടെ. വത്സല പിതാവിന് പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുക്കട്ടെ. ആ കുടുംബത്തെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുത വിടുതൽ നിമിത്തം ആ ഭവനത്തിലും മറ്റനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും വലിയ വിടുതലുകള്, വലിയ ദൈവപ്രവൃത്തി, വിശ്വാസത്തിലേക്ക് വരുവാനൊക്കെ അത് മുഖാന്തരമായി തീർന്നല്ലോ. ഇനിയും കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ജീവിതാനുഭവവും അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് പ്രത്യേകാൽ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ TVയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.